श्रीहरये नमः। नारायण अखिलगुरो भगवन्नमस्ते। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എന്താണ് കൊല്ലം തോറും നടത്തി വരാറുള്ള ഇന്ദ്രയാഗം, അതിനുള്ള വട്ടംകൂട്ടലൊക്കെ ആ ഗോകുലത്തില് ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട കൃഷ്ണൻ കൂടുതൽ വിവരമറിയാൻ താല്പര്യപ്പെട്ടുകൊണ്ട് അച്ഛനോട് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാമല്ല, എന്നാലും പിതാവിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ ഒരുക്കങ്ങളൊക്കെ എന്ന്. അപ്പോഴാണ് മനസ്സിലാച്ചത്, എന്താണ്, ജനങ്ങൾ സാധാരണ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലും പ്രവർത്തിക്കാറുണ്ടല്ലോ. അപ്പൊ കാട്ടിക്കൂട്ടൽ ഒരിക്കലും ഈശ്വര വിഷയത്തിൽ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുക്തിവാദിയെ പോലെ സംസാരിക്കുകയാണ് ഇവിടെ ഭഗവാൻ. ശരിക്കും യുക്തിവാദി. പക്ഷെ ആ ഭഗവാൻ അങ്ങനെ പറഞ്ഞുവല്ലോ എന്ന് വിചാരിച്ച ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങളാണെന്ന് ഒരിക്കലും ഗണിച്ചേക്കരുത്. കാരണം ഇദ്ദേഹത്തിന്റെ വേറൊരു ലക്ഷ്യമായിരുന്നു, ഇന്ദ്രന്റെ ഗർവ് ശമിപ്പിക്കുക എന്നതായിരുന്നു ഭഗവാന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനാചാരങ്ങളാണെന്ന് പറഞ്ഞ്, അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ഗോവർദ്ധന പർവ്വതത്തിന് തന്നെ യാഗം നടത്തണം എന്ന് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് എന്താ, മഴയ്ക്കധീശൻ ആ ഇന്ദ്രനല്ലേ, അപ്പൊ അതുകൊണ്ട് ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തിയാലല്ലേ നമുക്കും നമ്മളുടേതായ പശുക്കൾക്കുമൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂ എന്ന്. കൃതജ്ഞത പ്രകടിപ്പിക്കുവാനാണ് ഈ യാഗം എന്നാണ് അച്ഛന്റെ കണക്കുകൂട്ടല്. നന്ദഗോപരുടെ കണക്കുകൂട്ടൽ എന്താണ്, ഇന്ദ്രനോടുള്ള നന്ദി പ്രകാശം. അതാണ് ഇന്ദ്രയാഗം എന്ന്. അപ്പൊ കർമ്മം കൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. കർമ്മസങ്കുലമാണ് ലോകം. അത് എന്താണ് അനുഭവിക്കുന്നത് എങ്കിലൊക്കെ അവന്റെ നിതാന്ത പ്രയത്നം കൊണ്ട്, സ്വഭാവം കൊണ്ടുണ്ടാകുന്നതാണ് എന്ന്. അപ്പൊ മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഫലം നൽകുന്നത് ഈശ്വരനാണെന്ന് വരികെങ്കിൽ ആ ഈശ്വരൻ കർമ്മതന്ത്രനാവില്ലേ, കർമ്മത്തിന് അടിമപ്പെടില്ലേ? അതുകൊണ്ട് ഓരോരുത്തർക്കും നയിക്കുന്നത് അവരുടെ നേച്ചറാണ്, സ്വഭാവമാണ്. നമുക്ക് ഈ മഴയുണ്ടാക്കുന്നത് അതിന്റെ സ്വാഭാവികമായ ഒരു പരിണാമമാണ് എന്നാണ് ഉപദേശിച്ചത്. ആ സമയത്ത് അതാണ് ഇവിടെ ചുരുക്കം, ആ ഭാഗമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇപ്പൊ മേഘവും മനുഷ്യവും തമ്മിലുള്ള ബന്ധം പഞ്ചഭൂതങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെ പോലെയാണ്. അതുകൊണ്ട് അതിലെ ഇന്ദ്രൻ എന്ത് ചെയ്യാനിരിക്കുന്നു എന്നാണ് ഭഗവാൻ ചോദിച്ചത് എന്നാ. ആ ഭാഗമാണ് ഈ ദശകം 62 വർണ്ണിക്കുന്നത്. ഗോവർദ്ധന പൂജ എന്നുള്ളതായ ദശകം. ഇന്ദ്രയാഗം നടത്താനായിട്ട് ഗോപന്മാര് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇന്ദ്രന്റെ അഹങ്കാരത്തെ ഒന്ന് ശമിപ്പിക്കണം എന്ന് വിചാരിച്ചതായ ഭഗവാൻ ആ യാഗത്തിനെ തടയുന്നു. മാത്രമല്ല ആ യാഗം ഗോവർദ്ധന പർവ്വതത്തിനായി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഇതാണല്ലോ ഇതിലുള്ള കഥാഭാഗം. ഭാഗവതം ദശമസ്കന്ധത്തിലെ 24-ാമത്തെ അധ്യായമാണ് ഈ ഗോവർദ്ധന പൂജ എന്നുള്ളതായ ഭാഗം വർണ്ണിക്കുന്നത്. ഇതിലെ വൃത്തം ശിഖരിണി എന്ന വൃത്തമാണ്. കദാചിത് ഗോപാലാൻ വിഹിതമഖ സംഭാര വിഭവാൻ നിരീക്ഷ്യത്വം ശൗരേ മഘവമദമുധ്വംസിതുമനാഃ വിജാനന്യപ്യേതാൻ വിനയമൃദുനന്ദാദിപശുപാൻ അപൃച്ഛഃ കോ വായം ജനക ഭവതാമുദ്യമൈതി. കദാചിത് ഗോപാലാൻ വിഹിതമഖ സംഭാര വിഭവാൻ നിരീക്ഷ്യ ത്വം ശൗരേ മഘവമദം ഉധ്വംസിതുമനാഃ വിജാനൻ അഭി ഏതാൻ വിനയമൃദു നന്ദാദിപശുപാൻ അപൃച്ഛഃ കഹ വാ അയം ജനക ഭവതാം
ഉദ്യമഃ ഇതി. കദാചിത് ഒരിക്കൽ എന്ന് പറയാണ്. കദാചിത് ഗോപാലാൻ ഗോപാലന്മാർ മുഴുവൻ, ആ ഇടയക്കുടിയിലുള്ളതായ എല്ലാവരും വിഹിത മഖ സംഭാര വിഭവാൻ. മഖം യാഗം, അതിന് വിഹിതമഖം എന്ന് പറഞ്ഞാൽ യാഗം നടത്തുന്നതിന് വേണ്ടിയുള്ള സംഭാര വിഭവാൻ, വിഭവങ്ങളൊക്കെ സംഭരിക്കുന്നത് കണ്ടിട്ട് ഒരു യാഗം നടത്താനുള്ള വിഭവങ്ങളൊക്കെ ശേഖരിക്കുകയാണ് ആര്? ഗോപാലന്മാര്. അതെന്റെ നിരീക്ഷ്യ കണ്ടിട്ട് ത്വം എന്ന് വിളിക്കുകയാണ് ഭഗവാൻ ഗുരുവായൂരപ്പനെ. ഹേ ഗുരുവായൂരപ്പ ശൗരേ എന്നുകൂടി സംബോധന. ശൂരസേന കുലത്തിൽ പിറന്നവനായ ഭഗവാനെ, വസുദേവപുത്ര എന്നർത്ഥം. ഒരിക്കൽ ഗോപാലന്മാരൊക്കെ കൂടെ ഒരു യാഗം നടത്താനുള്ള ഒരുക്കങ്ങൾ കാണിക്കുന്നത് കണ്ടിട്ട് മഘവമതമുധ്വംസിതുമനാഹ, അതാണ് നമുക്ക് അടിവരയിടേണ്ട പദം. മഘവമതം ഉധ്വംസിതുമനാഹ. മഘവാൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ എന്നർത്ഥം. മഘവമതം ഇന്ദ്രന്റെ അഹങ്കാരത്തെ ഉധ്വംസിതുമനാഹ നീക്കിക്കളയാൻ ആഗ്രഹിച്ച്, അതിനെ പിഴുതെറിയാൻ ആഗ്രഹിച്ച്, ഇന്ദ്രന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വിജാനൻ എന്നാണ്, അറിഞ്ഞുകൊണ്ടാണ്. എന്താണ് ഏതാൻ എന്ന് പറയാം. വിജാനൻ അഭി അറിഞ്ഞിരുന്നിട്ടും, ഏതാൻ ഗോപാലൻ, ഈ ഗോപാലന്മാരോട് വിനയമൃദു വളരെ വിനയത്തോടെ മൃദുവായിട്ട് മധുരമായിട്ട്, ഗൗരവത്തിലൊന്നല്ലാതെ വളരെ സോഫ്റ്റ് കോർണറില് വിനയത്തോടു കൂടി നന്ദാദി പശുപാൻ നന്ദൻ തുടങ്ങിയ ഗോപന്മാരോട് അപൃച്ഛഃ ത്വം അപൃച്ഛഃ ഹേ ശൗരേ ത്വം അപൃച്ഛഃ അല്ലയോ വാസുദേവ അങ്ങ് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? കഹ വാ അയം ഭവതാം ഉദ്യമഃ ഇതി. ഹേ ജനക അച്ഛ, കഹ വാ അയം ഉദ്യമഃ, എന്താണ് നിങ്ങളുടെ ഈ പരിശ്രമം ഇതി എന്ന്. ഇത് അറിഞ്ഞുകൊണ്ടാ ചോദിച്ചത്, അന്വയിച്ചില്ല. ഞാൻ വാക്കുകൾക്കൊക്കെ അർത്ഥം പറഞ്ഞു എന്ന് മാത്രം. അന്വയിച്ചു വന്നപ്പോ എങ്ങനെ വന്നു നോക്കൂ. ഹേ ശൗരേ എന്ന് സംബോധന. ത്വം അങ്ങ്, കദാചിത് ഒരിക്കൽ, ഗോപാലാൻ ഗോപന്മാരെല്ലാം, വിഹിത മഖ സംഭാര വിഭവാൻ ഒരു യാഗം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ കൂട്ടുന്നത് നിരീക്ഷ്യ കണ്ടിട്ട്, ഗോപാലന്മാരൊക്കെ യാഗത്തിനുള്ള ഒരുക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ട് നിരീക്ഷ്യ കണ്ടിട്ട്, മഘവമതമുധ്വംസിതുമനാഹ മഘവാന്റെ ഇന്ദ്രന്റെ മതം അഹങ്കാരത്തെ ഉധ്വംസിതുമനാഹ ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വിജാനൻ നബി എല്ലാം അറിയുന്നവനായിരുന്നിട്ടും, കാര്യമൊക്കെ അറിയും എങ്കിലും അറിയാത്ത പോലെ, ഹേ ജനക പിതാവേ ഭവതാമയം ഉദ്യമഹാകഹ നിങ്ങളുടെ ഈ പരിശ്രമം എന്തിനാണ് ഞങ്ങൾ നിങ്ങൾ ഉത്സാഹിക്കുന്നത്? ഇതി എന്ന് വിനയമൃദു വിനയത്തോടും മൃദുലമായ കാഴ്ചപ്പാടോടും കൂടി ഏതാൻ നന്ദാദി പശുപാൻ അപൃച്ഛഃ ഈ നന്ദൻ തുടങ്ങിയതായ ഗോപന്മാരോടായിക്കൊണ്ട് അപൃച്ഛഃ ചോദിച്ചു. മെയിനായിട്ട് എന്താ? ഹേ സൗരേ ത്വം അപൃച്ഛഃ എന്നാണ് അല്ലേ? അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് ചോദിച്ചു. ആരോടാ ചോദിച്ചത്? നന്ദാദി പശുപാൻ. നന്ദാദി പശുപന്മാരോട് ഗോപന്മാരോടായിക്കൊണ്ട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? കോവായ ഉദ്യമഃ എന്തിനാ ഈ ഉത്സാഹം, എന്ത് ചെയ്യാനായി പുറപ്പെട്ടിരിക്കുന്നത് എന്ന്. എങ്ങനെയാ ചോദിച്ചത്? വിനയമൃദു വിനയത്തോടു കൂടി മൃദുവായിട്ട് ചോദിച്ചു. അപ്പൊ എങ്ങനെയുള്ള ഭഗവാനാണ് ചോദിച്ചത്? വിജാനൻ നബി എല്ലാം അറിയുന്നവനാണ്, അറിഞ്ഞോണ്ട് തന്നെയാ ചോദിച്ചത്. പക്ഷെ അറിയാത്ത മട്ടില് അച്ഛന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് ഹേ ജനക എന്ന്. അതിന് കാരണം എന്താ? എന്തുകൊണ്ടാ അത് ചോദിച്ചത്? മഘവമതം ഉധ്വംസിതുമനാഹ മഘവാന്റെ അഹങ്കാരത്തെ നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. എപ്പോഴാണ് ചോദിച്ചത്? നിരീക്ഷ കണ്ടിട്ട്. എന്താണ് കണ്ടത്? വിഹിത മഖ സംഭാര വിഭവാൻ ഗോപാലാൻ നിരീക്ഷ്യ
ഗോപന്മാരൊക്കെ യാഗത്തിനുള്ള ഒരു കൂട്ടങ്ങളിലാണ് എന്ന് കണ്ടപ്പോഴ് ഭഗവാന്റെ അഹങ്കാരത്തെ, ഭഗവാൻ ഇന്ദ്രന്റെ അഹങ്കാരത്തെ നശിപ്പിക്കണമെന്നുള്ള ആശയോടുകൂടി എല്ലാം അറിഞ്ഞിരുന്നവനായിട്ടും അല്ലയോ ഭഗവാനെ അങ്ങ് അച്ഛാ എന്ന് ചുളിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഉത്സാഹം എന്തിനാണെന്ന് വിനയത്തോടു കൂടി മൃദുലതയോടുകൂടി ചോദിച്ചു. ഭഗവാൻ അറിയാണ്ടല്ല എന്നർത്ഥം. ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്തിനാ ഈ ഒരുക്കൂട്ടങ്ങള്, എന്താ ഈ ഉത്സാഹം? ഒന്നും അറിയാത്ത മട്ടില്ല ഭഗവാൻ ചോദിക്കുന്നത്. ഭഗവാൻ എല്ലാത്തിനും സാക്ഷിഭൂതനാണ്. സാക്ഷിഭൂതനായ ഭഗവാൻ അറിയാത്ത മട്ടിലാണ് ചോദിച്ചത്. അപ്പൊ വാസ്തവത്തില് ആചാരമാണല്ലേ, അവരുടെ ആചാരമാണെന്ത്? പരമ്പരയാ ചെയ്തുകൊണ്ടുവരുന്നിരിക്കുന്ന ഒരു ആചാരമാണ് എന്താണ്? ഇന്ദ്രയാഗം. ഇന്ദ്രയാഗം എന്നുള്ളത് എത്രയോ കാലമായിട്ട് അവർ നടത്തിക്കൊണ്ടു പോരുന്നു. ആ ആചാരത്തെയാണ് ഇവിടെ ഇല്ലാതാക്കുന്നത്. ഇത് കണ്ടിട്ട് ആചാരം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ യുക്തിവാദിയായിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത് ഭഗവാൻ, സംസാരിക്കാൻ പോകുന്നത്. എന്താണ് കാരണം എന്നല്ലേ ചോദിച്ചുള്ളൂ. ഇനി കാരണം അറിയുമ്പോഴാണ് അത് യുക്തിവാദത്തോടു കൂടി അതിനെ നിരാകരിക്കുക. പക്ഷെ വാസ്തവത്തില് ആചാരം അന്ധവിശ്വാസമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്കും ആചാരത്തെ അന്ധവിശ്വാസമാക്കി തള്ളിയാലോ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഭഗവാൻ അവിടെ അന്ധവിശ്വാസത്തെ ദൂരീകരിക്കലോ ആചാരത്തെ മാറ്റിമറിക്കലോ ആയിരുന്നില്ല ഉദ്ദേശം. മഘവാന്റെ അഹങ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുറുപ്പ് ചുട്ടാക്കി എടുത്തിട്ടേ ഉള്ളൂ. അതിനൊരു കാരണമാക്കി എടുത്തു. അതാണ് കാര്യം. മനസ്സിലായി? ഭഗവാന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞാൽ നമുക്ക് ആചാരങ്ങൾ അനാചാരങ്ങളാണെന്ന് പറയാൻ തോന്നുകയില്ല. അല്ലെങ്കിൽ ആചാരങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞ് ജനങ്ങളും അതിനെ പിന്തിരിക്കും. അല്ലെ? നമ്മൾ പറഞ്ഞില്ലേ, ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ ആചാരമാക്കരുത്. ഋഷഭയോഗീശ്വരൻ വായിൽ കല്ല് മടക്കിക്കൊണ്ട് ശരിക്കും ജടാബദിര മൂകനെ പോലെ സഞ്ചരിച്ചു. അപ്പൊ ഇതാണ് ഏറ്റവും നല്ല മാർഗം. അത് അദ്ദേഹം എങ്ങനെയാണ് പരമഹംസനായിട്ടുള്ള ഒരുവൻ ജീവിക്കേണ്ടത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ചെയ്തതാ. അത് കണ്ടപ്പോഴേ അർഹൻ എന്ന് പേരായ ഒരു രാജാവ് അതുപോലുള്ള ഒരു സമ്പ്രദായം നാട്ടിൽ പരത്തി. അത് കുഴപ്പമായി അല്ലേ? അപ്പൊ അതുകൊണ്ട് ചെയ്യുമ്പോഴും ആലോചിച്ച് വേണം ചെയ്യാൻ. കൃഷ്ണൻ ചെയ്തിട്ടുണ്ടല്ലോ, നമുക്കും ആചാരത്തെ ലംഘിച്ചാൽ എന്താ എന്ന് ചോദിച്ചാൽ കൃഷ്ണന്റെ ഉദ്ദേശം വേറെയായിരുന്നു എന്ന്. ആ ഉദ്ദേശത്തിന് അതുകൊണ്ടാണ് ആദ്യമേ അടിവരയിടണമെന്ന് പറഞ്ഞത്. എന്ത്? മഘവമതം ഉദ്ധിംസിതുമാണ്. ആ ഇന്ദ്രന്റെ അഹങ്കാരത്തെ ഒന്ന് ശമിപ്പിക്കണം എന്നായിരുന്നു ഉദ്ദേശം. അതുകൊണ്ട് എപ്പോഴും വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞ് ധ്വംസിക്കാൻ പുറപ്പെടുമ്പോ അതിന്റെ ഉദ്ദേശശുദ്ധി ചിന്തിക്കണം. ഭഗവാൻ എന്തുദ്ദേശത്തിലാണ് ഈ ആചാരത്തെ മാറ്റിയത് എന്ന് വെച്ചാൽ അഹങ്കാരം ഇന്ദ്രന്റെ ശമിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന്. ഹേ ശൗരേ ത്വം കദാചിത് ഗോപാലാൻ വിഹിത മഖ സംഭാര വിഭവാൻ നിരീക്ഷ്യ മഗവമദം ഉദ്ധ്വംസിതുമനാഹ വിജാനൻ അഭി ഹേ ജനക ഭവദാ അയം ഹേ ജനക ഭവദാ അയം ഉദ്യമഃ കഃ ഇതി വിനയമൃദു ഏതാൻ നന്ദാദി പശുപാൻ അപൃച്ഛഃ. ആദ്യത്തെ സംബോധന ഭട്ടതിരിപ്പാട് ഭഗവാനെ വിളിക്കുന്നതാണ് ഹേ ശൗരേ എന്ന്. രണ്ടാമത്തത് ജനക എന്ന് വിളിക്കുന്നത് സ്വന്തം പിതാവിനെ ശ്രീകൃഷ്ണൻ വിളിക്കുന്നതാണ്. രണ്ടാളുടെ സംബോധനയാണ്. രണ്ടാമത്തെ സംബോധന ഭഗവാന്റെ സംബോധനയാണ്. അച്ഛനെ നോക്കിയിട്ട് ഹേ ജനക ഭവതാം ഉദ്യമഃ കഹായം, എന്താ നിങ്ങളുടെ ഇപ്പോഴത്തെ ഉത്സാഹത്തിന് കാരണം? ഈ തയ്യാറെടുപ്പിനുള്ള കാരണം എന്താണ് എന്ന് എങ്ങനെ ചോദിച്ചു? വിനയ മൃദു, വിനയത്തോടുകൂടി മൃദുലമായിട്ടാണ് നന്ദാദി പശുപാൻ അപൃച്ഛഃ, നന്ദാദികളായ ഗോപന്മാരോട് ചോദിച്ചത് കേട്ടാ. ഹേ ശൗരേ ത്വം കദാചിത് ഗോപാലാൻ വിഹിത മഖ സംഭാര വിഭവാൻ നിരീക്ഷ്യ മഖവമദമുദ്ധ്വംസിതുമനാഹ വിജാനൻ അഭി ഹേ ജനക ഭവതാമയമുദ്യമഃ ഇതി വിനയമൃദു ഏതാൻ നന്ദാദി പശുപാൻ അപൃച്ഛഃ ചോദിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് ഒരിക്കൽ ഗോപാലന്മാർ യാഗം നടത്തുന്നതിന് വേണ്ടിയുള്ളതായ സംഭാരങ്ങൾ, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുക്കിക്കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടതായ അങ്ങ് ഇന്ദ്രന്റെ ഗർവത്തെ ശമിപ്പിക്കാൻ നല്ലൊരു സന്ദർഭം എന്ന് വിചാരിച്ചതായ അങ്ങ് കാര്യമൊക്കെ അറിയുന്നവനാണെങ്കിലും പിതാവേ എന്തിനാണ് നിങ്ങളുടെ ഈ ഒരുക്കമെന്ന് വളരെ വിനയത്തോടുകൂടി ചോദിച്ചു. അപ്പൊ നന്ദഗോപുരം എന്ത് ചെയ്തു?
മകൻ ഇങ്ങനെ ചോദിച്ചു. മകന്റെ വൈഭവം പല ഊരു കണ്ട് അല്ലെ, മാത്രമല്ല ഈ ഭഗവാന്റേതായ വ്യക്തിത്വത്തെ നല്ലവണ്ണം മനസ്സിലാക്കിയവനാണ് നന്ദഗോപര്. ഭൂതനാമോക്ഷം തൊട്ട് നളകൂപര മണിഗ്രീവരുടെ പതനം, ഇപ്പൊ ഓരോ അസുരന്മാരെ കൊന്ന വിവരങ്ങളൊക്കെ വന്ന് കുട്ടികൾ പറയുമ്പോ കാളിയദമനം കണ്ണുകൊണ്ട് കണ്ടത്. ഇതൊക്കെ കണ്ടിട്ടും ഭഗവാൻ ചോദിക്കുമ്പോൾ ഭഗവാൻ ഒന്നും അറിയാത്ത ബാലനാണ് എന്നുള്ള അതേ കോൺസെപ്റ്റിലാണ് ഉത്തരം പറയുന്നത് നന്ദഗോപർ. അവിടെയാണ് പിതാപുത്ര ബന്ധമായിട്ട്, പിതാ വാത്സല്യത്തോടുകൂടി ശുദ്ധഗതിയോടുകൂടി മകൻ ചോദിച്ചതിന് ഉത്തരം പറയുകയാണ്. നന്ദഗോപർ ഭഗവാനോട് മറുപടി പറയുന്നു. എന്താണ് പറഞ്ഞത് നോക്കൂ. ബഭാഷേ നന്ദസ്ത്വാം സുതനനു വിധേയോ മഘവതോ മഖോ വർഷേ വർഷേ സുഖയതി സവർഷേന പൃഥിവീം നൃണാം വർഷായത്തം നിഖിലമുപജീവ്യം മഹിരലേ വിശേഷാദസ്മാകം തൃണസലില ജീവ്യാഹി പശവഃ. ബഭാഷേ നന്ദഃ ത്വാം സുത നനു വിധേയഃ മഘവതഃ മഖഃ വർഷേ വർഷേ സുഖയതി സഹ വർഷേണ പൃഥിവീം നൃണാം വർഷായത്തം നിഖിലം ഉപജീവ്യം മഹിതലേ വിശേഷാദ് അസ്മാകം തൃണസലില ജീവ്യാഹ പശവഃ. എന്തൊക്കെ പറഞ്ഞ? നന്ദഃ ത്വാം ബഭാഷേ, ബഭാഷേ നന്ദസ്ത്വാം, പറഞ്ഞു നന്ദൻ അങ്ങയോട്. നന്ദൻ അങ്ങയോട് പറഞ്ഞു എന്നാക്കണല്ലോ. നന്ദഃ ത്വാം ബഭാഷേ, നന്ദഗോപർ അങ്ങയോട് പറഞ്ഞു. എന്താ പറഞ്ഞ? സുധ, ഹേ സുധ, മകനെ എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു വർഷേ വർഷേ, ഓരോ വർഷത്തിലും, പ്രതിവർഷം ഓരോ വർഷത്തിലും മഘവത, മഘവാന് തകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. മഘവാൻ, മഘവതൗ, മഘവന്ത, അതിന്റെ ഷഷ്ടി ഏകവചനമാണ് മഘവത. ഇന്ദ്രന് വർഷേ വർഷേ മഘവത മഖഃ വിധേയഃ, മഘവാനുള്ള മഖം എന്ന് പറഞ്ഞാൽ യാഗം, ആ യാഗം വിധേയ അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്, നൽകപ്പെടേണ്ടതാണ്. വർഷാവർഷം ഇന്ദ്രൻ ഒരു യാഗം കഴിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുക കുട്ടി. അപ്പൊ കുട്ടിയോട് പറയണ സഹ, എന്താ കാരണം എന്നറിഞ്ഞോ? സഹ വർഷേണ പൃഥിവീം സുഖയതി, ആ ഇന്ദ്രനാണ് മഴ പെയ്യിച്ച് ഭൂമിയെ സുഖിപ്പിക്കുന്നത്. അപ്പൊ അതിന് കൃതജ്ഞതാപൂർവകമാണ് വർഷാവർഷം നമ്മൾ യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം. മഹിതലെ, ഭൂമിതലത്തില് നൃണാം, മനുഷ്യർക്ക് നിഖിലം ഉപജീവ്യം, ജീവിക്കാൻ വേണ്ടതെല്ലാം ഉപജീവ്യം, ആശ്രയിച്ചിരിക്കുന്നത് മഴയാണ്. മഴയില്ലെങ്കിൽ ഭൂതലത്തില് മനുഷ്യരുടെ ജീവിതം കഷ്ടപ്പാടായി തീരും. അപ്പൊ മഴയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കർഷകരുടെ ജീവിതവും വ്യവസായികളുടെ ജീവിതവും ഒക്കെ. അപ്പൊ നമ്മൾ മുഴുവൻ ആ വർഷത്തെയാണ്, മഴയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. എല്ലാവരുടെ കാര്യവും പോട്ടെ. അസ്മാകം, നമുക്ക് വിശേഷാദ്, അസ്മാകം വിശേഷാദ്, പ്രത്യേകിച്ചും പശവ, നമുക്ക് പശുക്കളെ വളർത്ത, ഗോരക്ഷയാണ് നമ്മളുടേതായ വ്യവസായം. വൈശ്യരാണല്ലോ, ഗോരക്ഷയാണ് നമ്മളുടെ പണി. അതിന് തൃണസലില ജീവിയാഹ, പുല്ലും വെള്ളവും ഉണ്ടെങ്കിലേ നമ്മളുടെ പശുക്കൾ ജീവിക്കൂ. ആ പുല്ലുണ്ടാവണമെങ്കിൽ മഴ പെയ്യണം, ജലം ഉണ്ടാവണമെങ്കിൽ മഴ പെയ്യണം. ആ മഴ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ഇന്ദ്രനാണ് താനും. അതുകൊണ്ട് വർഷേ വർഷേ, ഓരോ വർഷത്തിലും ഇന്ദ്രന് യാഗം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് നന്ദഗോപര് പുത്രനോട് പറഞ്ഞത്. ഒന്നും അറിയാത്ത കുട്ടി എന്നുള്ള നിലയ്ക്ക് ചോദിച്ചു. ഒന്നും അറിയാത്ത കുട്ടിയോട് പറയുന്നത് പോലെ തന്നെ വിവരണം വ്യക്തമാക്കി പറയുകയാണ്. നന്ദൻ ഭഗവാനോട് പറഞ്ഞു. ത്വാം എന്നാ പറഞ്ഞത്. ഗുരുവായൂരപ്പ അങ്ങയോട് പറഞ്ഞില്ലേ നന്ദൻ? എന്താ അങ്ങയോട് പറഞ്ഞത്? മകനെ, ഓരോ വർഷം തോറും ഇന്ദ്രന് വേണ്ടി യാഗം നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രൻ മഴ കൊണ്ട് നമ്മളെ സുഖിപ്പിക്കുന്നു. ഭൂലോകത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ മഴ അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ചും നമുക്ക്, പശുക്കളുടെ രക്ഷകന്മാരായ നമുക്ക്, പശുക്കൾക്ക് പുല്ലും വെള്ളവും കൊണ്ട്
ജീവിക്കുന്നവരാണല്ലോ. അത് മഴയില്ലാതെ പറ്റില്ല. മഴയ്ക്ക് കാരണക്കാരൻ ഇന്ദ്രനാണ്. അതുകൊണ്ട് ഇന്ദ്രനുള്ള യാഗം ചെയ്തേ പറ്റൂ. ഇതാണ് നന്ദഗോപർ തന്റെ പാർട്ട് വ്യക്തമാക്കിയത്. അതിനാണ് ഈ സംഭാരങ്ങളും ഈ ഏർപ്പാടുകളും ഒക്കെ എന്നാണ്. നന്ദഃ ത്വാം ബഭാഷേ ഹേ സുത വർഷേ വർഷേ മഖവദഃ മഖഃ വിധേയഃ നനു വിധേയഃ നനു എന്ന് പറഞ്ഞു. ചെയ്യേണ്ടതുണ്ട്, കമ്പൽസറി ആയിട്ട് പറയണം. സഹ വർഷേണ പൃഥിവീം സുഖയതി. ആ ഇന്ദ്രൻ മഴ പെയ്ത് നമ്മളുടെ ഭൂമിയെ സന്തോഷിപ്പിക്കുന്നു, സുഖിപ്പിക്കുന്നു, സുഖമുണ്ടാക്കുന്നു. മഹിതലെ ഈ ഭൂമിയില് നൃണാം നിഖിലമുപജീവ്യം വർഷായത്തം. മുഴുവൻ ജീവിതവും മഴയെ ആശ്രയിച്ചാണ് ഉള്ളത്. അസ്മാകം വിശേഷ നമുക്ക് പ്രത്യേകിച്ചും പശവഃ തൃണസലിലജീവ്യാഃ ഈ പുല്ലും വെള്ളവും തിന്ന് ജീവിക്കുന്ന ഈ നമ്മുടെ മാടുകൾക്ക് എന്തായാലും മഴയില്ലാതെ പറ്റില്ല. മഴ തരുന്നത് ഇന്ദ്രനാണ്. അതുകൊണ്ട് ഇന്ദ്രനുള്ള യാഗം മുടങ്ങരുത്. ഇതാണ് പറഞ്ഞത്. നന്ദഃ ത്വാം ബഭാഷേ ഹേ സുത വർഷേ വർഷേ മഖവദഃ മഖഃ വിധേയഃ നനു സഹ വർഷേണ പൃഥിവീം സുഖയതി. മഹീതലേ നൃണാം നിഖിലമുപജീവ്യം വർഷായത്തം അസ്മാകം വിശേഷാദിഃ പശവഃ തൃണസലിലജീവ്യാഃ. വർഷായത്വം എന്ന് പറഞ്ഞാൽ വർഷയത്തിനെ ആശ്രയിച്ചത്, മഴയെ ആശ്രയിച്ചത്. ഇത് കേട്ടപ്പോഴാണ് യുക്തിവാദം യുക്തി നിരക്കുക, യുക്തിയെ കൊണ്ട് നിരത്താൻ. യുക്തിവാദം എന്ന് പറയും നമ്മളത്. യുക്തിവാദിയായിട്ട് സംസാരിക്കുകയാണ് ഭഗവാൻ ഇവിടെ. പക്ഷേ യുക്തിവാദിയാണോ ഭഗവാൻ? അല്ല. അർജുനനൊക്കെ ഉപദേശിക്കുന്ന സമയത്ത് യുക്തിവാദമൊന്നും ഇല്ല ഇവിടെ യുക്തിവാദമായിട്ട് പറയുകയാണ്. വാസ്തവത്തിൽ ആചാരധ്വംസനം ഉപദേശിക്കാൻ പാടുമെന്ന് വെച്ചാൽ ഇവിടെ ഉപദേശിക്കുക. ശരിക്കും ആചാരങ്ങളെ എന്താ പറഞ്ഞെങ്കിൽ യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവാനുചരന്തി ഇതരേ എന്നാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ശ്രേഷ്ഠന്മാർ എന്തെങ്കിലും ആചരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരതിനെ ആചരിക്കണം. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പെരുമാറണം എന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ആചാരധ്വംസനത്തെയാണ് പറയുന്നത് ഭഗവാൻ. അതെന്താ കാരണം വെച്ചാൽ ലാഘവത്തോടു കൂടി യുക്തിവാദമല്ല അവിടെ പ്രേരിപ്പിക്കലല്ല ഉദ്ദേശം. അദ്ദേഹത്തിന് ആദ്യമേ പറഞ്ഞു മഖവ മതമുധ്വംസിതുമനാഹ. മഖവാന്റെ അഹങ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യുക്തിവാദത്തിലൂടെ പറയുന്നത്. അതാണ് കപട നാടക സൂത്രധാരൻ എന്നൊക്കെ പറയില്ലേ. കപട മാനുഷവേഷനാണ്, കാപട്യം കൊണ്ടാണ് മനുഷ്യവേഷം ധരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ഇവിടെ യുക്തിവാദിയായിട്ട് പറയുകയാണ് അച്ഛനോട്. എന്താ പറയണം നോക്കൂ. ഇതി ശ്രുത്വാ വാചം പിതുരൈവ വാനാഹ സരസം ദിക്കേതന്നോ സത്യം മഖവജനതാ വൃഷ്ടിരിതിയത് അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാരണ്യേ വൃക്ഷാഃ കിമിവ ബലമിന്ദ്രായ ദദദേ. നല്ലൊരു ന്യായമായിട്ടുള്ളതായ യുക്തിയാണ് നിരത്തിയത്. ഇതി ശ്രുത്വാ വാചം പിതുഃ അയി ഭവാൻ ആഹ സരസം ദിഗ് ഏതത് ന സത്യം മഖവജനിത വൃഷ്ടിഃ ഇതി യത് അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാരണ്യേ വൃക്ഷാഃ കിം ഇവ ബലിം ഇന്ദ്രായ ദദദേ. അയി ഇതി പിതുഃ വാചം ശ്രുത്വാ ഭവാൻ സരസമാഹ. ഹേ ഗുരുവായൂരപ്പ, അങ്ങ് ഇപ്രകാരമുള്ള അച്ഛന്റെ വാക്കു കേട്ടിട്ട് വളരെ സരസമായി ഭംഗിയായി പറഞ്ഞു. ധിക് കഷ്ടം മഖവജനിത വൃഷ്ടിഹി ഇതി യത്. മഖവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ, അല്ല ഇന്ദ്രൻ. മഖവ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ. മഖവജനിത
ഇന്ദ്രജനിതമാണ്, ഇന്ദ്രനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. വൃഷ്ടിഹി ഇതി യത്, മഴ എന്നുള്ളത്, ഏതത് ന സത്യം, അതൊരിക്കലും സത്യമല്ല, ശരിയുമല്ല. ജീവാനാം, ജീവികളുടെ അദൃഷ്ടം, അദൃഷ്ടം എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത കർമ്മഫലം, പുണ്യഫലം, പാപഫലം എന്നുള്ളതുണ്ടല്ലോ, ഈ പുണ്യമാണ് സമുചിതാം വൃഷ്ടിം, വേണ്ട വിധത്തിലുള്ളതായ മഴയെ സൃജതി ഖലു, നിർമ്മിക്കുന്നത്. ഇപ്പൊ ജനങ്ങളുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ കർമ്മഫലമായ പുണ്യഫലം കൊണ്ടാണ് മഴ പെയ്യുന്നതൊക്കെ. ഖലു എന്നാ പറഞ്ഞ, തീർച്ചയായിട്ടും. മഹാരണ്യേ, വലിയ വലിയ കാടുകളിൽ, വൃക്ഷാഹ, എത്ര മരങ്ങളുണ്ട്, മാമരങ്ങളൊക്കെ. ഇന്ദ്രായ, ഇന്ദ്രന് ബലിം കിമിവദതേ, എന്ത് ബലിയാണ് കൊടുക്കുന്നത്, എന്ത് പൂജയാണ് ചെയ്യുന്നത്, ഒന്നുമില്ലല്ലോ എന്ന. അപ്പൊ ഐ ഇതി പിതുഹു വാചം ശ്രുത്വാ ഭവാൻ സരസം ആഹ. ഹേ ഗുരുവായൂരപ്പ, അങ്ങ് അച്ഛൻ്റെ വാക്കു കേട്ടിട്ട് വളരെ സരസമായിട്ടാണ്, ഭംഗിയായിട്ടാണ് ആഹ പറഞ്ഞത്. കഷ്ടം. മഖവജനിത വൃഷ്ടിഹി ഇതി യത്, ഇന്ദ്രനുണ്ടാക്കിയതാണ് മഴ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഏതത് ന സത്യം, അതൊരിക്കലും സത്യമാകുന്നില്ല, ശരിയാകുന്നതല്ല. മഴ പെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ജീവാനാം അദൃഷ്ടം, ജീവികളുടെ കർമ്മഫലമായ പുണ്യമാണ് മഴ പെയ്യിക്കുന്നതെല്ലാം. മഹാരണ്യത്തിൽ, വലിയ വലിയ കാടുകളിലുള്ളതായ വൃക്ഷങ്ങൾ ഇന്ദ്രന് ബലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതാണ് ഭഗവാൻ നന്ദഗോപാദികളോട് ചോദിച്ചത്. ഐ ഇതി പിതുഹു വാചം ശ്രുത്വാ ഭവാൻ സരസമാഹ. ധിക് മഖവജനിത വൃഷ്ടിഹി ഇതി യത് ഏതത് ന സത്യം, ജീവാനാം അദൃഷ്ടം സമുചിതാം വൃഷ്ടിം സൃജതി ഖലു. മഹാരണ്യേ വൃക്ഷാഹ ഇന്ദ്രായ ബലിം കിമിവ ദദതേ. ഭഗവാനിവിടെ ഒരു യുക്തിവാദത്തിനുള്ള യുക്തിവാദം കൊണ്ടാണ് തൻ്റെ അഭിപ്രായത്തെ പ്രകടമാക്കുന്നത്. ഏതൊരു ഭഗവാനാണോ ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം എന്ന് ഗീതോപദേശം ചെയ്തു. ആൾക്കാർക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കരുത്, അറിവില്ലാതെ ഒന്നും പറയരുത് എന്നൊക്കെ. അതേ ഭഗവാനാണ് ആചാരധ്വംസനം ഉപദേശിക്കുന്നത്. ഇവിടെ നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആചാരത്തെയാണ് ധ്വംസിക്കാൻ പുറപ്പെടുന്നത്. വാസ്തവത്തിൽ യുക്തിവാദമാണ് ഇവിടെ, പക്ഷെ ലഘുവായി ലാഘവത്തോടു കൂടി ആ യുക്തിവാദത്തെ ഇവിടെ സമർത്ഥിക്കുകയാണ്. എന്താണ് ഉദ്ദേശം ഭഗവാന്? മഘവമതമുധ്വംസിതുമനാഹ എന്ന് പറഞ്ഞു നമ്മൾ. മഘവാന്റെ, ഇന്ദ്രന്റെ മതം, അഹങ്കാരത്തെ ഉധ്വംസിതുമനാഹ, നശിപ്പിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അല്ലാതെ ഭഗവാൻ യുക്തിവാദം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനല്ല. യുക്തിവാദം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തെറ്റു തന്നെയാണ്. പക്ഷെ ഇവിടെ ആചാരധ്വംസൻ പറഞ്ഞത് തന്നെ ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതി ശ്രുത്വാ വാചം പിതുരൈ ഭവാനാഹ സരസം ധിഗേദന്നോ സത്യം മഖവജനിതാ വൃഷ്ടിരിതിയത് അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാരണ്യേ വൃക്ഷാഹ കിമിവ ബലിമിന്ദ്രായ ദദതേ. ഇനി അടുത്തതിൽ പിന്നെയും പറഞ്ഞു കൊടുക്കുകയാണ്. മകൻ അച്ഛനെ ഉപദേശിക്കുകയാണ്. ഇദം താവത് സത്യം യദിഹ പശവോ നഃ കുലധനം തദാ ജീവ്യായാസോ ബലിഹി അചലവദ്രേ സമുചിതഃ സുരേഭ്യോപ്യുത്കൃഷ്ടാഃ നനു ധരണിരേവാക്ഷിതിതലേ തദസ്തേപ്യാരാധ്യാഃ ഇതി ജഗതിദത്വം നിജജനാൻ. അച്ഛൻ പറഞ്ഞത്
തൃണസലില ജീവിയാദി പശവ എന്ന് പറഞ്ഞു. ഞാൻ അത് ഉൾക്കൊണ്ടു, സമ്മതിച്ചു. ഇദം താവത് സത്യം യത് ഇഹ പശവഃ നഹ കുലധനം തദാ ആജീവ്യായ അസൗ ബലിഹി അചലഭർത്രേ സമുചിതഃ. തദാജീവ്യായ ഒന്നിച്ചെടുത്താൽ മതി കേട്ടോ. തദാജീവ്യായ അസൗ ബലിഹി അചലഭർത്രേ സമുചിതഃ സുരേഭ്യഃ അപി ഉത്കൃഷ്ടാഃ നനു ധരണിദേവാഃ ക്ഷിതിതലേ തതഃ തേ അപി ആരാധ്യാഃ ഇതി ജഗദിഥ ത്വം നിജജനാൻ. എന്താണ് ഇദം താവത് സത്യം? ഇത് പറയുന്നത് സത്യമാണ് എന്ന്. ഇദം താവത് സത്യം അങ്ങ് പറഞ്ഞത് ശരിയാ. എന്ത്? യദിഹ പശവഃ ന കുലധനം പശവഃ നഹ കുലധനം യത് ഇദം താവത് സത്യം. പശുക്കളാണ് നമ്മളുടെ കുലധനം, വംശത്തിന്റെ ധനം എന്നങ്ങ് പറഞ്ഞില്ലേ? അത് 100%, 100% ശരിയാണ്. പശുക്കൾ തന്നെയാണ് നമ്മുടെ ധനം. അതുകൊണ്ട് അതുകൊണ്ട് ആജീവ്യായ, ആജീവനം ഉപജീവനം, ആജീവ്യായ ഉപജീവനത്തിനായിക്കൊണ്ട് അസൗ ബലിഹി ഈ പൂജ, ഈ ബലി നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് മുഴുവൻ അചല ഭർത്രേ അചലങ്ങളുടെ ഭർത്താവായിട്ടുള്ള ഈ ഗോവർദ്ധന പർവ്വതത്തിന് സമുചിത നൽകുന്നതാണ് ശരി. കാരണം ഗോവർദ്ധന പർവ്വതമാണ് നമുക്ക് പുല്ലും വെള്ളമൊക്കെ തരുന്നത്. അതുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തിന് ഇത് കൊടുക്കുന്നതാണ് ശരി. ഇനി സുരേഭ്യഃ അപി ഉത്കൃഷ്ടാഃ, ദേവന്മാരെക്കാളും ശ്രേഷ്ഠരാണ് ധരണിദേവാഃ ക്ഷിതിതലേ, ഭൂമിയിലുള്ളതായ ഭൂദേവന്മാരായ ബ്രാഹ്മണര്. ധരണി ഭൂമി, ധരണി ദേവാഹ ഭൂസുരാഹ ബ്രാഹ്മണാഹ. അപ്പൊ പറയണേ ക്ഷിതിതലേ ഭൂമിയില് ഭൂദേവന്മാരായിട്ടുള്ളവർ സുരേഭ്യഃ അപി ഉത്കൃഷ്ടാഃ, ദേവന്മാരെക്കാളും കേമന്മാരാണ്. തതഃ അതുകൊണ്ട് തേ അപി ആരാധ്യാഃ അവരും ആരാധിക്കപ്പെടേണ്ടതാണ്. ഇതി എന്ന് ഹേ ഗുരുവായൂരപ്പ ത്വം നിജജനാൻ ജഗദിഥ അങ്ങ് സ്വന്തം ജനങ്ങളോട് തുറന്നു പറഞ്ഞു എന്ന് ജഗദിഥ വ്യക്തമാക്കി പറഞ്ഞു. അതായത് ഇളക്കമില്ലാതെ ഇരിക്കുന്നവൻ എന്ന് പ്രത്യേകമായിട്ട് പറയാം. ഇന്ന് മഴ പെയ്ച്ച് നാളെ മഴ പെയ്യിക്കാതെ ഒന്നും ഇരിക്കില്ല. എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഇളക്കമില്ലാതെ ഇരിക്കുന്ന അചല ഭർത്താവുണ്ട്. ഇവിടെ പർവ്വതങ്ങളിൽ വെച്ച് ശ്രേഷ്ഠനായ ഗോവർദ്ധനഗിരി. ഈ ഗോവർദ്ധനഗിരിയിലാണ് യമുനാ നദി. ആ പരിസരത്ത് യമുനാ നദിയുടെ അടിയിൽ നിന്ന് യമുനാ നദി ഒഴുകുന്നു. മാത്രമല്ല ആ പരിസരത്ത് ധാരാളം പുൽമേടുകളുണ്ട്, ഇത് വൃക്ഷങ്ങളുണ്ട്, കായ്ക്കുന്ന പഴങ്ങളുണ്ട്, എല്ലാം ഉണ്ടല്ലോ. ഇത് നമുക്ക് ഉപജീവന മാർഗം തന്നെയാണ്. അതുകൊണ്ട് പശുക്കൾക്ക് ഉപജീവനത്തിന് ഉതകുന്ന ഈ പർവ്വതത്തിന് വേണം അചലഭർത്രേ, ഈ ഇളകാതെ നിൽക്കുന്ന ഈ പർവ്വതത്തിന് വേണം ബലി ചെയ്യപ്പെടേണ്ടത് എന്നർത്ഥം. എന്നിട്ട് പറഞ്ഞു, യുക്തിവാദിയായിട്ടാണല്ലോ പറയണത്. സുരേഭ്യഃ അപി ധരണിദേവാഹ ക്ഷിതിതലേ എന്ന് പറഞ്ഞു. ഈ ദേവന്മാരും ഭൂദേവന്മാരും താരതമ്യം പറയുമ്പോഴ് ദേവന്മാരെക്കാളും കേമന്മാര് ബ്രാഹ്മണരാണ് കേട്ടോ എന്നാണ്. എന്നിട്ട് അടുത്ത് പറഞ്ഞു നിജജനാൻ ജഗദിഥ എന്ന്. ഭഗവാൻ ആരോടാ പറഞ്ഞത്? സ്വന്തം ജനങ്ങളോട്. ഭഗവാൻ അങ്ങനെ സ്വന്തം അന്യനൊന്നും ഇല്ല. പക്ഷെ ഇവിടെ ശ്രീകൃഷ്ണനായി ജനിച്ചിരിക്കുകയാണ്, യാദവ വംശത്തിൽ ജനിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഗോപന്മാരുടെ ഇടയിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മമത്വാമഹത്വം, മമതാമഹത്വത്തോടു കൂടി പറയാണ് എന്നർത്ഥം. സ്വന്തം ആൾക്കാരാണ് എന്നുള്ള മാതിരി പറയുന്നു. കാരണം ശ്രോതാക്കളെ മുഴുവൻ തന്റെ ആളാക്കിക്കൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ കേട്ടോളി, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കും, നീ ഞങ്ങളുടെ ആളല്ലേ എന്നുള്ള മട്ടിലാണ് സംസാരിച്ചത്. ഇഹ പശവഃ നഹ കുലധനം യത് ഇദം താവത് സത്യം. അതാണ് ആദ്യം പറഞ്ഞത്. ഈ പശുക്കളാണ് നമ്മളുടെ ധനം എന്ന് അങ്ങ് പറഞ്ഞില്ലേ, അത് 100% സത്യമാണ്. അസൗ ബലിഹി ഈ പൂജയാകട്ടെ തദാജീവ്യായ ഉപജീവന മാർഗമായ അചലഭർത്രേ സമുചിത ഈ പർവ്വതത്തിനാണ് നൽകപ്പെടേണ്ടത്. ക്ഷിതിതലേ ഭൂതലത്തിൽ ധരണിദേവാഹ നനു സുരേഭ്യോവി ഉത്കൃഷ്ടാഹ ഭൂദേവന്മാരായ ബ്രാഹ്മണര്, ഭൂമിസ്ഥുരന്മാര് ബ്രാഹ്മണർമാർ. ആ ബ്രാഹ്മണര് ദേവന്മാരെക്കാളും കേമന്മാരാണ്.
തദഹ അതുകൊണ്ട് തേ അഭി ആരാധ്യാഹ ആ ബ്രാഹ്മണരും ആരാധിക്കപ്പെടണം ഇതി ത്വം നിജജനാൻ ജഗതിഥ എന്നങ്ങ് സ്വന്തം ആൾക്കാരോട് മമത്വബോധത്തോടു കൂടി അറിയിച്ചു. മമതയോടുകൂടിയാ പറഞ്ഞു, എന്റെ ആൾക്കാരില്ലേ നിങ്ങള് എന്നുള്ള മട്ടിലാണ് ഭഗവാൻ പറഞ്ഞത്. ഇഹ പശവഃ നഹ കുലധനം യത് ഇദം താവത് സത്യം അസൗ ബലിഃ തദാദീവ്യായ അചലഭർത്രേ സമുചിതഃ ക്ഷിതിതലേ ധരണിദേവാഃ നനു സുരേഭ്യഃ അപി ഉത്കൃഷ്ടാഃ തദഃ തേഭി ആരാധ്യാഃ ഇതി ത്വം നിജജനാൻ ജഗതിഥ. ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറുവാക്കില്ല. കാരണം പലതരത്തിലും ഭഗവാന്റെ സാന്നിധ്യം അറിഞ്ഞവരാണവര്. അതുകൊണ്ട് തന്നെ അവർ അതനുസരിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്തു? സാധാരണ ഇവര് ഇന്ദ്രന് ബലി കൊടുക്കും. പക്ഷെ ഇന്ദ്രൻ വന്ന് പൂജാദ്രവ്യങ്ങളൊന്നും ഏറ്റുകൊണ്ടു പോകാറില്ല. ഇവിടെ ഭഗവാൻ തന്നെ എന്ത് ചെയ്തു? പർവ്വത രൂപത്തിൽ വന്ന് ശൈലോസ്മ്യഹം ഞാൻ തന്നെയാണ് പർവ്വതം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ആ ബലി വെച്ചതായ നിവേദ്യങ്ങളൊക്കെ ഭക്ഷിച്ചു. അപ്പൊ അവർക്ക് പ്രത്യക്ഷമായിട്ട് ഭഗവാൻ വരികയും ചെയ്തു. തങ്ങളുടെ നേതാവ് പറഞ്ഞത് 100% ശരിയാണെന്ന് അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കണം. അത് നടത്തിച്ചു എന്ന് പറയാണ്. നോക്കിക്കോളാട്ടോ. ഭഗവദ്വാചം ശ്രുത്വാ ബഹുമതിയുദാസ്തേ വിവസുപാഃ ദ്വിജേന്ദ്രാൻ അർച്ചന്തോ ബലിമദദുഃ ഉച്ചൈഃ ക്ഷിതിഭൃതേ വ്യധുപ്രാദക്ഷിണ്യം സുഭൃശമനമന്നാദരയുധാഃ ത്വമാദാശൈലാത്മാ ബലിമഖിലമാഭീരപുരതഃ. ഭവദ്വാചം ശ്രുത്വാ ബഹുമതിയുതാഃ തേ അഭി പശുപാഃ ദ്വിജേന്ദ്രാൻ അർച്ചന്തഃ ബലിം അദദുഃ ഉച്ചൈഃ ക്ഷിതിഭൃതേ വ്യധുഃ പ്രാദക്ഷിണ്യം സുഭൃശം എന്താണ് സുഭൃശം അതിലുണ്ടല്ലോ ഒരു വാക്ക് അനമൻ ആദരയുതാഃ ത്വം ആദഃ ശൈലാത്മാ ബലിം അഖിലം ആഭീരപുരതഃ. അപ്പൊ പാവങ്ങള് ഭഗവാൻ പറഞ്ഞപ്പോ നിജജനാൻ എന്ന് പറഞ്ഞ സ്വന്തം ആൾക്കാരോടാണ് പറഞ്ഞത്. നിങ്ങൾ അച്ചല ഭർത്താവിനാണ് യാഗം ചെയ്യേണ്ടത്. അതുപോലെ ഭൂസുരന്മാരായ ബ്രാഹ്മണരെ മുഴുവൻ ഭോജനം ചെയ്യിപ്പിക്കണം. ഇതൊക്കെ പറഞ്ഞല്ലോ. ഉടനെ തന്നെ പരിപ്പ് പായസമൊക്കെ വെച്ച് കൊടുക്കണം എന്നാ പറയണത്. ഇവിടെ പറയണേ തേ പശുപാഹ ആ ഇടയന്മാര് ഭവദ്വാചം ശ്രുത്വ അങ്ങ് പറഞ്ഞത് അങ്ങോട്ട് കേട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ബഹുമതിയുദാഹ ബഹുമാന പുരസ്സരം ഭഗവാൻ പറഞ്ഞതിനെ ആദരവോടെ സ്വീകരിച്ചു. ദ്വിജേന്ദ്രാൻ അർച്ചന്ത ദ്വിജേന്ദ്രന്മാരെ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ ആ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ മുഴുവൻ പൂജിച്ചു. പിന്നെ ഇതൊന്ന് ക്ഷിതിഭൃതേ ക്ഷിതിഭൃത് ഭൂമിയെ ഭരിക്കുന്നത് പർവ്വതം എന്നർത്ഥം. ക്ഷിതിഭൃതേ ആ പർവ്വതത്തിന് ഉച്ചൈഹി ബലിം അദദുഃ ഉയർന്ന തരത്തിലുള്ളതായ എല്ലാ സംഭാര സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ബലിയെ പൂജയെ നടത്തി. എന്നിട്ട് എന്ത് ചെയ്തു? വ്യധു പ്രാദക്ഷിണ്യം വ്യധു പ്രദക്ഷിണം ചെയ്തു. എങ്ങനെ പ്രദക്ഷിണം ചെയ്തു? സുഭൃശം ആദരയുതാഃ വളരെ ആദരവോടുകൂടി ആ പർവ്വതത്തിനെ പ്രദക്ഷിണം വെച്ചു. പോരാ ആ നമൻ നമസ്കരിച്ചു. അതുകൊണ്ടാണ് സുഭൃശം അനമന്നാദരയുതാഃ സുഭൃശം അനമൻ ആദരയുതാഃ വാക്കുകള്. സുഭൃശം ആദരയുതാഃ വളരെ ആദരവോടുകൂടി പ്രാദക്ഷിണ്യം വ്യധു പ്രദക്ഷിണത്തെ ചെയ്തു. ആ നമൻ നമസ്കരിക്കുകയും ചെയ്തു. അങ്ങും വെറുതെ വിട്ടില്ല. അവരോട് പറഞ്ഞ വാക്ക് പരിപാലിക്കണല്ലോ. ത്വം അങ്ങ് ശൈലാത്മാ പർവ്വത ദേവതയായിട്ട് വന്നിട്ട് ബലിം അഖിലം ആ അഖിലം ബലിം മുഴുവൻ ബലിയെയും എന്ത് ചെയ്തു? ആഭീരപുരതഃ ആഭീരപുരതനായിട്ടാണ് വന്നത്. അവർ കാണത്തക്കനെ ഒരു രൂപം ധരിച്ചു വന്നിട്ട് അഖിലം ബലിം ആദഹ അത് അത്തി എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നു എന്നർത്ഥം. അതിന്റെ ലങ് അതുകൊണ്ട് ആദഹ ഭക്ഷിച്ചു. ത്വമാദഹ അങ്ങ് ഭക്ഷിച്ചു. അതായത് ബലി നേരിട്ട് സ്വീകരിച്ചു.
എന്നിട്ട് അതൊക്കെ ഇരുന്ന് തിന്നു. എങ്ങനെ? പർവ്വതാത്മാവായിട്ട് ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവര് കാണെ ആ ബലി വെച്ചിരിക്കുന്ന വസ്തുക്കൾ, നിവേദ്യങ്ങളൊക്കെ സ്വയം ഭക്ഷിച്ചു. അപ്പൊ അവർക്ക് കൂടുതൽ വിശ്വാസമായി. ഇതുവരെ ഇന്ദ്രൻ നേരിട്ട് ബലി വാങ്ങിയിട്ടില്ല. ഇവരൊരു സങ്കല്പത്തിൽ ഇന്ദ്രന് ബലി കൊടുക്കുന്നതേ ഉള്ളൂ. ഇത് ഭഗവാൻ നേരിട്ട് പർവ്വത സ്വരൂപം നേരിട്ട് വന്ന് വാങ്ങി കഴിക്കുകയാണ്. ഇതിലും വലിയ സന്തോഷം എന്ത്? പാവങ്ങളായ ഇടയന്മാർക്ക് വിശ്വസിക്കാൻ വേറെ വല്ലതും വേണോ? ആ വിശ്വസിപ്പിച്ചു. കപട നാടക സൂത്രകാരനായ ഭഗവാൻ വിശ്വസിപ്പിച്ചു. അതാണ് കാര്യം. ആ ഇടയന്മാരെ ഭഗവാന്റെ അഭിപ്രായത്തെ അറിഞ്ഞ് വളരെ ആദരവോടുകൂടി ബ്രാഹ്മണരെ പൂജിച്ചു. പർവ്വതത്തിന് വലിയൊരു ബലിയെ തന്നെ ഒരുക്കി ആദരവോടുകൂടി പ്രദക്ഷിണം ചെയ്തു നമസ്കരിച്ചു. അങ്ങും പർവ്വതദേവതയായി വന്ന് ഇടയന്മാർ കാണെ ആ ബലി സ്വീകരിച്ചു, ഭക്ഷിച്ചു. തേ പശുകാഹ അഭി ഭവദ്വാചം ശ്രുത്വാ ബഹുമതിയുതാഹ. ആദ്യത്തെ വരികൾ. ദ്വിജേന്ദ്രാൻ അർച്ചന്തഃ ക്ഷിതിവൃതേ ഉച്ചൈഹി ബലിമദദുഹു. രണ്ടാമത്തെ വരിയും കഴിഞ്ഞു. സുഭൃശം ആദരയുതാഹ പ്രാദക്ഷിണ്യം വധുഹു അനമൻ. മൂന്നാമത്തെ വരിയും കഴിഞ്ഞു. ത്വം ശൈലാത്മാ ആഭീരവ്രതഃ അഖിലം ബലിം ആദഹ. ഭക്ഷിച്ചു. അപ്പൊ അവർക്ക് മനസ്സിലായി ഭഗവാൻ പറഞ്ഞത് അനുസരിച്ചത് നന്നായി. കണ്ടില്ലേ? ഓരോരുത്തർ തമ്മിൽ പറഞ്ഞു. കണ്ടില്ലേ? ഭഗവാൻ പർവ്വതരൂപം വന്ന് എല്ലാ ബലിയും സ്വീകരിച്ചു. ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത് ഗോവർദ്ധന പർവ്വതത്തിന് തന്നെയായിരുന്നു. അത് കൃഷ്ണൻ പറഞ്ഞത് കേട്ടത് നന്നായി എന്നുള്ള മട്ട് അവരിൽ ഉണ്ടാക്കി കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്തു? പറയുകയും ചെയ്തു ഭഗവാൻ. എന്താണ് പറഞ്ഞത്? അവോജശ്ചൈവം താൻ കിമിഹ വിദദം മേ നിഗദിദം ഗിരീന്ദ്രോനന്വേഷഃ സ്വബലിമുഖഭുങ്ക്തേ സ്വവപുഷഃ അയം ഗോത്രോ ഗോത്രദ്വിഷിജ കുപിതേ രക്ഷിതുമലം സമസ്താനീത്യുക്താ ജഘൃഷുരഖില ഗോകുലജുഷഃ. എന്താണ്? അവോചഃ ച ഏവം താൻ കിം ഇഹ വിദദം മേ നിഗദിദം ഗിരീന്ദ്രഃ നനു ഏഷഃ സ്വബലിം ഉപഭുങ്ക്തേ സ്വവപുഷ അയം ഗോത്രഃ ഗോത്രദ്വിഷീ ച കുപിതേ രക്ഷിതും അലം സമസ്താനി ഇതി ഉക്താഃ ജഘൃഷുഃ അഖിലാഃ ഗോകുലജുഷഃ. എന്താണ്? അവോജസ്സൈവം താനേവം അവോജഃ ച. ഹേ ഗുരുവായൂരപ്പ, അങ്ങ് അവരോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇഹ മേ നിഗദിതം വിദദം കിം. ഞാൻ പറഞ്ഞത് സഫലമല്ലേ? അസത്യമല്ലല്ലോ, നുണയല്ലല്ലോ. എന്താ കാരണം? ഏഷഃ ഗിരീന്ദ്രഃ, ഈ പർവ്വതശ്രേഷ്ഠൻ, സ്വബപുഷ, സ്വന്തം ശരീരം കൊണ്ട്, സ്വബലിം ഉപഭുങ്ക്തേനു, സ്വന്തം ബലി അനുഭവിച്ചത് കണ്ടില്ലേ? ഞാൻ പറഞ്ഞത് എത്ര ശരി. ഈ പർവ്വതം സ്വന്തം രൂപമെടുത്ത് ബലി അനുഭവിച്ചില്ലേ എന്ന്. ഇനിയൊരു സംശയമുണ്ട് അവർക്ക്. ഇത്രയൊക്കെ പറഞ്ഞു. നമ്മള് ഇന്ദ്രന് കൊടുക്കുന്ന യാഗം മുടക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും അനർത്ഥം ഉണ്ടാകുമോ? നാട്ടിലെ എല്ലാവർക്കും അങ്ങനെയല്ലേ? ആചാരം ലംഘിച്ചാല് അതുകൊണ്ടുള്ള ദോഷം ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അതിനും കൂടി ഉത്തരം പറയാണ് ഭഗവാൻ. ഗോത്രദിഷി, ഗോത്രം എന്ന് പറഞ്ഞാൽ പർവ്വതം. ഗോത്രദ്വിട്, പർവ്വതത്തിന്റെ ശത്രുവായത് കയ്യിലുള്ള വജ്രായുധം വെച്ച് പർവ്വതങ്ങളുടെ ചിറക് മുറിച്ചവനാണ് ഇന്ദ്രൻ. അതുകൊണ്ട് ഗോത്രദ്വിട് ഇന്ദ്രനാണ്. ഗോത്രദിഷി ഇന്ദ്രൻ കുപിതേ, കോപിച്ചാൽ, ഇന്ദ്രൻ നിങ്ങളോട് കോപിക്കുന്ന പക്ഷം അയം ഗോത്രഃ, ഈ പർവ്വതമുണ്ടല്ലോ, ഈ ഗോവർദ്ധന പർവ്വതം, സമസ്താൻ രക്ഷിതുമലം, സമസ്താൻ എല്ലാവരെയും രക്ഷിക്കാൻ, സമസ്താനിത്യുക്താഹ, സമസ്താൻ രക്ഷിതും മുഴുവനെയും രക്ഷിക്കാൻ, അലം പര്യാപ്തമാണ്, ഇതി ഉക്താഹ എന്ന് പറയപ്പെട്ടതായ, അഖിലാഹ ഗോകുലജുഷഃ മുഴുവൻ ഗോകുലവാസികളും, ജഹൃഷുഹു സന്തോഷിച്ചു. ഇതിലെ പദം പിരിച്ചപ്പോഴേ ഞാൻ തെറ്റി പറഞ്ഞോ സംശയം. അയം ഗോത്രഃ ഗോത്രദിഷീച കുപിതേ രക്ഷിതും അലം സമസ്താൻ ഇതി ഉക്ത്വ. അവിടെ ഒരു ഇതി ഉണ്ട്.
സമസ്താൻ ഇതി ഉക്താഹ ജഹൃഷു അഖിലാഹ ഗോകുലജുഷഃ. ഇവിടെ എന്താണ്? ഗോത്രദ്വിഷി കുപിതൈ. ഗോത്രദ്വിട്ട് ഇന്ദ്രൻ. ഇന്ദ്രൻ കോപിച്ചാല് നിങ്ങൾക്ക് അതാണല്ലോ സംശയം. ഇന്ദ്രൻ ഇനി എന്തെങ്കിലും അനർത്ഥം ഉണ്ടാക്കുമെന്നാണോ പേടി? അയം ഗോത്രഹ സമസ്താൻ രക്ഷിതുമലം. ഈ പർവ്വതം മതി നമ്മളെ രക്ഷിക്കാൻ. ഇതാണ് ഭഗവാൻ കൊടുത്ത വാക്ക്. ഇതി ഉക്താഹ എന്ന് ഭഗവാനാൽ പറയപ്പെട്ടപ്പോൾ അഖിലാഹ ഗോകുലജുഷഃ, എല്ലാ ഗോകുലവാസികളും ജഹൃഷുഹു സന്തോഷിച്ചു എന്ന്. അതായത് ബലി മുടക്കിയതിൽ ഇന്ദ്രൻ കോപിക്കുമോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ ആ പേടിയും കൂടെ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ഭഗവാൻ ഒരു ഉറപ്പ് കൊടുക്കുക. ആ ഉറപ്പും കൂടി കേട്ടപ്പോൾ ഗോപന്മാർക്ക് ആകെ സന്തോഷമായി. അതാണ് കാര്യം. താൻ ഏവം അവോചഃ ച, അവരോട് അങ്ങ് ഇപ്രകാരം പറഞ്ഞുവല്ലോ. ഇഹമേ നിഗദിതം വിദതം കിം, ഇവിടെ ഞാൻ പറഞ്ഞത് സത്യമാണല്ലോ. ഏഷഃ ഗിരീന്ദ്രഃ, ഈ പർവ്വതം സ്വവപുഷാ ബലിം ഉപഭുങ്ക്തേനു, സ്വന്തം ശരീരത്തിൽ വന്ന് ഈ ബലി മുഴുവൻ സ്വീകരിച്ചില്ലേ. ഗോത്രദ്വിഷി കുപിതേശ, ഇനി എങ്ങാനും ഇന്ദ്രൻ കോപിക്കുമാണെങ്കിൽ അയം ഗോത്രഃ സമസ്താൻ രക്ഷിതുമലം, ഈ ഒരു പർവ്വതം എല്ലാവരെയും രക്ഷിക്കാൻ ശക്തനാണ്. ഇതി ഉക്താഹ എന്ന് ഭഗവാനാൽ പറയപ്പെട്ടപ്പോൾ അഖിലാഹ ഗോകുലജുഷഃ, മുഴുവൻ ഗോകുലവാസികളും ജഹൃഷുഹു സന്തോഷിച്ചു. ജഹർഷ ജഹൃഷതുഹു ജഹൃഷുഹു എന്ന് ലിട്ട്. താനേവം അവോചഃ ച ഇഹ മേ നിഗദിതം വിദതം കിം ഏഷഃ ഗിരീന്ദ്രഃ സ്വബപുഷാ സ്വബലിം ഉപഭുങ്ക്തേ ഗോത്രദ്വിഷി കുപിതേച അയം ഗോത്രഃ സമസ്താൻ രക്ഷിതുമലം ഇതി ഉക്താഹ അഖിലാഹ ഗോകുലജുഷഃ ജഹൃഷുഹു. അപ്പൊ എന്താണ്? ഇന്ദ്രന് രസിച്ചില്ല ഇത്. ഇന്ദ്രൻ എങ്ങനെ രസിക്കും? ഇന്ദ്രന്റെ ആവശ്യപ്രകാരം ഭൂഭാരം തീർക്കാനായി ജനിച്ച ഭഗവാനാണ്. അതൊക്കെ മറന്നു ഇന്ദ്രൻ, അതൊക്കെ മറന്നു. എന്നിട്ട് പറഞ്ഞു മനുഷ്യത്വം യാതോ, മനുഷ്യനായിട്ട് വന്നിട്ട് ഇപ്പൊ നമുക്കെതിരായിട്ട് നിൽക്കുക, കാണിച്ചു തരാൻ ഞാൻ എന്നുള്ള മട്ടാണ്. അതാണ് ഇന്ദ്രന് കോപിക്കുകയാണ്. തനിക്ക് ചെയ്യേണ്ട യാഗം മറ്റൊരു പർവ്വത ദേവതയ്ക്ക് സമർപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ ഇന്ദ്രനുണ്ടായ കോപം. പരിപ്രീതായാദാഹ ഖലു ഭവതു ഭേദാവ്രജജുഷോ വ്രജം യാവത് താവത് നിജമഖ വിഭംഗം നിശമയൻ ഭവന്തം ജാനന്യപ്യധികരജസാക്രാന്തഹൃദയോ നസേഹേ ദേവേന്ദ്രസ്തുപ ത്വദുപരിചിതാത്മോന്നതിരവി. പരിപ്രീതാഹ യാദാഹ ഖലു ഭവതു ഭേദാഹ വ്രജജുഷഃ വ്രജം യാവത് താവത് നിജമഖ വിഭംഗം നിശമയൻ ഭവന്തം ജാനൻ അഭി അധികരജസാ ആക്രാന്തഹൃദയഃ ന സേഹേ ദേവേന്ദ്രഃ ത്വദപരിചിതാത്മോന്നതിഃ അഭി. പരിപ്രീതാഹ, വളരെ സന്തോഷിച്ച്. പരി എന്ന് വെച്ചാൽ ചുറ്റുന്നാണ്. സർവാത്മനാ സന്തുഷ്ടരായി എല്ലാവരും. പരിപ്രീതാഹ, തികച്ചും തൃപ്തിയായി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള വ്രജജുഷഃ, ഈ വ്രജവാസികള് ഗോകുലവാസികള് ഭവതുഭേദാഹ, അങ്ങയോടൊപ്പം വ്രജം യാദാഹ, യാവത് വ്രജം യാദാഹ എന്ന് പറഞ്ഞു. എപ്പോഴാണോ അമ്പാടിയിലേക്ക് മടങ്ങിയത് താവത്, അപ്പോഴേക്കും നിജ മഖവിഭംഗം നിശമയന്, സ്വന്തം യാഗം മുടങ്ങിയതായിട്ട് അറിഞ്ഞു. തന്റെ യാഗം മുടങ്ങി എന്ന് അറിഞ്ഞവനായ ഇന്ദ്രൻ. ആ ഇന്ദ്രൻ എങ്ങനെയുള്ളവനാണ്? ഭവന്തം ജാനന്നബി, അങ്ങ് ആരാണെന്ന് അറിയുന്നവനാ അല്ലെ. ഭഗവാന്റെ മുഴുവൻ വ്യക്തിത്വവും അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു ദേവനാണ് ഇന്ദ്രൻ. അങ്ങനെയുള്ളതായ ഇന്ദ്രൻ എന്ത് ചെയ്തു? ത്വദുപരിചിതാത്മോന്നതി അഭി, അങ്ങ് കൽപ്പിച്ചു നൽകിയ ഉയർന്ന പദവി. ഇന്ദ്രനെ ഇന്ദ്രനാക്കിയതാരാ? ഈ വിഷ്ണുവാ അല്ലെ. വിഷ്ണു ഇല്ലെങ്കിൽ ഇന്ദ്രന് ഇന്ദ്രസ്ഥാനം ഒന്നും കിട്ടില്ല. അങ്ങനെ ഇന്ദ്രനാക്കി കൽപ്പിച്ചിരുത്തിയിരിക്കുന്ന ആളാ. അതാണ് ത്വദ് ഉപരചിത ആത്മോന്നതി, അങ്ങയാൽ തന്നെ രചിക്കപ്പെട്ട തന്റെ ഉയർച്ചയോടുകൂടിയവനാ. തനിക്ക് ഉയർന്ന സ്ഥാനം നൽകി ആദരിച്ചത് തന്നെ ഭഗവാനാണ്. ആ ഭഗവാനോട് പോലും അധിക രജസ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് രജോ ഗുണം മുറ്റി നിൽക്കുകയായിരുന്നു. ആരില്? ഈ ഇന്ദ്രനില്.
അധിക രജസ, രജോഗുണത്തിന്റെ ആധിക്യം കൊണ്ട് ആക്രാന്ത ഹൃദയ, അഹങ്കാരം അങ്ങോട്ട് മുട്ടിട്ടു. അതുകൊണ്ട് നസേഹേ, സഹിച്ചില്ല. അതായത് രജോ ഗുണം വർദ്ധിക്കാനുള്ള സന്ദർഭം ഉണ്ടായാല് അവരവരുടെ വിവേകമൊക്കെ കളഞ്ഞു വിളിക്കും. രജോ ഗുണത്തിന് അങ്ങനെ ഒരു കുഴപ്പം. എന്താ പറഞ്ഞ? കാമയേഷ പാപയേഷ ലോഭയേഷ രജോ ഗുണ സമുദ്ഭവ എന്നാണ് പറഞ്ഞത് ഗീതയില്. ഈ കാമവും ക്രോധവും ലോഭവും ഒക്കെ ഉണ്ടാകുന്നതേ രജോ ഗുണം കൊണ്ടാ. ആ രജോ ഗുണം എപ്പോഴാ? എല്ലാവരിലും ഈ 3 ഗുണങ്ങളും ഉണ്ട്. അതിന്റെ പ്രൊപ്പോർഷനിലാണ് വ്യത്യാസം. ചിലപ്പോൾ ഏത് മുന്നിൽ കയറി വരുന്നുവോ അത് കൂടുതൽ നിൽക്കും. രജോ ഗുണം കൊണ്ട് കൂടുതലായതുകൊണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്തു? തന്റെ മനസ്സിൽ മതമാത്സര്യം പൊങ്ങി, വിവേകം നഷ്ടപ്പെട്ടു, മതമാത്സര്യം അങ്ങോട്ട് ഉയർന്നു. മതമാത്സര്യം ഉയർന്ന സമയത്ത് ഇന്ദ്രൻ എന്ത് ചെയ്തു? തനിക്ക് തന്നെ സ്ഥാനം നൽകിയ ഭഗവാനോട് പോലും സഹിച്ചില്ല. തിരിഞ്ഞു കൊത്തി എന്നർത്ഥം. തനിക്ക് തന്നെ സ്ഥാനം നൽകിയത് ഈ ഭഗവാനാണെന്ന് മറന്നുപോയി. കാരണം എന്താ? അഹങ്കാരം തലക്കടിച്ചു. അഹങ്കാരം വന്നപ്പോ സർവ്വ വിവേകം നഷ്ടപ്പെട്ടു. വിവേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അന്ധന്മാരെ പോലെയാ. പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. വിവേകം നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ പിന്നിൽ ധർമ്മം എന്ന് ചിന്തിക്കാൻ അറിവുണ്ടാവില്ല. അതുകൊണ്ട് അവന്റെ യശസ്സിനൊക്കെ കളങ്കം വരും. ഇതൊക്കെ വരാൻ പോവാണ് ആർക്ക്? ഇന്ദ്രൻ. എന്താണ്? പരിപ്രീതാഹ വ്രജജുഷഃ. പരിപ്രീതാഹ എന്ന് വെച്ചാൽ തികച്ചും സന്തുഷ്ടരായ വ്രജജുഷഃ, ആ വ്രജവാസികള് ഭവദുപേദാഹ, അങ്ങയുമായി ചേർന്ന് യാവത് വ്രജം വ്യാദാഹ തവൻ, എപ്പോൾ വ്രജത്തിലേക്ക് തിരിച്ചുപോയോ അപ്പോൾ ദേവേ ഖലു, അപ്പോൾ തന്നെ എന്നുള്ള അർത്ഥത്തിൽ പറയാണ്. ദേവേന്ദ്ര നിജമഖ വിഭംഗം നിശമയന്, തന്റെ യാഗത്തിനെ തടസ്സപ്പെടുത്തി എന്ന് കേട്ടപ്പോൾ ഭവന്തം ജാനൻ നബി, അങ്ങ് ആരാണെന്ന് വെട്ട വെളിച്ചമായിട്ട് അറിയാം. അറിഞ്ഞിരുന്നിട്ടും ത്വദുപരചിത ആത്മോന്നതി അഭി, അങ്ങ് കൊടുത്ത ഈ സീറ്റാണ് തനിക്ക് എന്ന് അറിഞ്ഞിട്ടും അധിക രജസ ആക്രാന്ത ഹൃദയ, രജോ ഗുണം കൂടുതലുള്ളവനായിട്ട് നസേഹേ, സഹിച്ചില്ല, അടങ്ങിയിരിക്കാൻ തൂട്ടാക്കിയില്ല. രജോ ഗുണം മുന്നിട്ട് വന്നപ്പോ കൃഷ്ണനെതിരായിട്ട് പ്രവർത്തിക്കാൻ വരെ തോന്നി എന്നർത്ഥം. എന്താണ്? മനസ്സടങ്ങിയിരിക്കാൻ പറ്റാണ്ടായി. ഭഗവാനോടുള്ളതായ മാത്സര്യം അങ്ങോട്ട് വർദ്ധിച്ചു. അതുകൊണ്ട് പിന്നത്തെ ചിന്തയൊക്കെ മാറി. ഇന്ദ്രൻ എന്താ ചിന്തിച്ചത് എന്ന് പറയണ, അത് സ്പഷ്ടമായിട്ട് പറയാം. മനുഷ്യത്വം യാദോ മധുവിദബി ദേവേഷ്വവിനയം വിധത്തെ ചേന്നഷ്ടത്രിദശ സദസാം കോപി മഹിമാ തതശ്ചദ്വം ശിഷ്യേ പശുഭഹദഗസ്യ ശ്രിയമിതി പ്രവൃത്തസ്ത്വാം ചേതും സഖില ഭഗവാ ദുർമദനിധി. മനുഷ്യത്വം യാദഃ മധുബിദ് അഭി ദേവേഷു അവിനയം വിധത്തെ ചേത് ത്രിദശ സദസാം കോപി മഹിമാ നഷ്ടഃ തദ, അല്ലെ? വിധത്തെ ചേത് നഷ്ടഃ ത്രിദശ സദസാം കോപി മഹിമാ തദഃ ച ത്വം ശിഷ്യേ പശുപഹദഗസ്യ ശ്രിയം ഇതി പ്രവൃത്തഃ ത്വാം ജേതും സഹ കില മഖവ ദുർമദനിധി. ഇതാണ് പദങ്ങൾ. മനുഷ്യത്വം യാദഃ, മനുഷ്യജന്മം എടുത്ത് നടക്കുക അല്ലെ ഗമയിലിപ്പോ. അങ്ങനെയുള്ള സ്ഥിതിക്ക് മധുബിത്ത് ആരാണത് അറിയാം, ഭഗവാനെ അറിയാം. മധുബിത്താണ്. മധു എന്ന അസുരനെ കൊന്നവനാണ്. അങ്ങനെയുള്ളതായ ഭഗവാൻ പോലും ദേവേഷു അവിനയം വിധത്തെ ചേത്, ദേവന്മാരോട് ഇപ്പൊ അനാദരവ് കാണിച്ചിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് എനിക്കുള്ള യാഗം മുടക്കിയത്. മനുഷ്യനായിട്ട് ജനിച്ചപ്പോൾ വിഷ്ണു പോലും ദേവന്മാർക്കുള്ളതായ അനാദരവിനെ പ്രകടിപ്പിച്ചു എന്നിരിക്കെ ത്രിദശ സദസാം കോപി മഹിമാ നഷ്ട, ദേവന്മാർക്ക് ഇപ്പൊ നിലവിലുള്ള മഹിമയൊക്കെ പോയി നടക്കും. ദേവന്മാരുടെ ഇത് പോയി. തദഹാച്ച, അതുകൊണ്ട് പശുപഹതകസ്യ, ഈ പശുപന്മാരിൽ ഹതകൻ, അഭിനയം ഈ അഭിനയം കാണിച്ചില്ലേ, പശുപഹതകസ്യ എന്ന് പറഞ്ഞ എന്താണ് പറയാ, ചീത്തയായിട്ട് വിചാരിക്കണ, തെമ്മാടി എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ളതായ പശുപഹതകൻ, ഈ ഇടയ ചെറുക്കനുണ്ടല്ലോ, ഇവന്റെ ശ്രിയം ധ്വംസിഷി, അവന്റെ എല്ലാം ഞാനൊന്ന് നശിപ്പിച്ചിട്ടേ ഇരിക്കുള്ളൂ എന്ന് ആരാ വിചാരിച്ചത്?
ദുർമദനിധി. ദുർമദം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട മതിമറന്ന് വിചാരിച്ചുകൊണ്ട് സമഘവാ ഇതി കിലതാം ചേതും പ്രവൃത്ത, അഹങ്കാരിയായിട്ട് ദുർമദനിധി, ദുർമദമാണ് നിധിയായിട്ടുള്ളത്. ഇപ്പൊ കയ്യിലുള്ള സമ്പാദ്യം എന്താ? അഹങ്കാരം. ദുർമദനിധി. ഇപ്പൊ ആ ഇന്ദ്രന്റെ കയ്യിലുള്ള സമ്പത്ത് അഹങ്കാരമാണ്. ആ അഹങ്കാരത്തോടു കൂടി സമഘവ, ആ ഇന്ദ്രൻ ത്വാം ചേതും പ്രവൃത്തഹാകില, അങ്ങയെ ജയിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ടു അത്രേ എന്ന്. അല്ലെ, തന്റെ യോഗ്യതയ്ക്ക് ഇളപ്പം വന്നുവോ എന്ന് തോന്നി. ആ തോന്നല് തന്നെ അഹങ്കാരത്തിന് കാരണമായി എന്നർത്ഥം. ദേവരാജാവും അത് വിചാരിച്ചു എന്ന് കാണിക്കാണ്. താൻ ആരാണെന്ന് ഓർക്കാതെയാണ് ചിന്ത. കാരണം ഈ വിഷ്ണുവിനാൽ നൽകപ്പെട്ട സീറ്റിലായിരിക്കണത്. അത് മറന്ന് താൻ ഏറ്റവും വലിയ ആളാണെന്ന് ചിന്തിച്ചു. അഹങ്കാരം അങ്ങനെ തലക്കടിക്കുമ്പോൾ താൻ ആരെന്നുള്ള തന്റെ യോഗ്യത പോലും മറന്നു പോകുമെന്ന് അത് ഇന്ദ്രനായാലും അതില് എക്സംഷൻ ഇല്ല എന്ന് കാണിച്ചു തരികയാണ്. മനുഷ്യത്വം യാതഃ മധുബിദഭി ദേവേഷു അവിനയം വിധത്തേച്ച്. മനുഷ്യനായി പിറന്ന വിഷ്ണുവും ദേവന്മാരോട് അവിനയത്തെ കാണിക്കുമെങ്കിൽ ത്രിദശസദസാം കോപി മഹിമ നഷ്ട, ദേവന്മാരുടെ സീറ്റും മഹിമയൊക്കെ പോയി. തദഹാച, അതുകൊണ്ട് പശുപഹതകസ്യ ശ്രിയം ധ്വംസിഷി, ആ ഇടയച്ചെറുക്കനായി നമുക്കെതിരായി പോരാടുന്ന അവന്റെ എല്ലാ ഐശ്വര്യങ്ങളെയും സർവസ്വത്തെയും ഞാനിതാ നശിപ്പിക്കാൻ പോകുന്നു എന്ന് ദുർമദനിധി, അഹങ്കാരിയായിട്ടുള്ള മഖവ ത്വാം ചേതും പ്രവൃത്തഹാകില, അങ്ങയെ ജയിക്കാൻ പുറപ്പെട്ടു പോലും. ഇന്ദ്രൻ എങ്ങനെയാ പുറപ്പെട്ടത്? അഹങ്കാരത്തോടു കൂടിയിട്ടുള്ള പുറപ്പാടാണ്. ആ ഒരു തരത്തിൽ അഹങ്കാരം വരുമ്പോ താൻ ആരാണെന്നല്ല, വലിയ കെട്ടുമെട്ട് ഭാവത്തോടു കൂടിയാണ് പുറപ്പെട്ടു വരിക. അല്ലേ? ഗോപന്മാർക്ക് പേടിക്കാൻ വേറത് വല്ലതും ഉണ്ടോ? നമ്മളെ ഇന്ദ്രയാഗം മുടക്കി ഭഗവാൻ പറഞ്ഞത് കേട്ടിട്ട് ഇപ്പൊ ഇന്ദ്രൻ നമ്മളുടെ അടുത്തേക്ക് മെക്കെട്ട് കയറുന്നു എന്നുള്ള അവർക്ക് പേടിയുണ്ടാവും. നോക്കെ എങ്ങനെയാ വന്നത് ഇന്ദ്രൻ? ത്വദാവാസം ഹന്തും പ്രളയ ജലദാൻ അംബരഭുവി പ്രഹിണ്വൻ ബിഭ്രാണഃ കുലിശമയമഭ്രേബഗമനഃ പ്രതസ്തേന്നീരന്തർദഹനമരുദാദ്യേർവിഹസിതോ ഭവന്മായാനൈവ ത്രിഭുവനപദേ മോഹയതികിം. ഇതിലും ഗുരുവായൂരപ്പനോട് പറയാണ്, ഭവന്മായ, അങ്ങയുടെ മായയാണ്, ത്രിഭുവനപദേ, ലോകത്തിന് മുഴുവൻ പതിയായ ഭഗവാനെ, കിം ന മോഹയതി, ആരെങ്കിലും മോഹിപ്പിക്കാതിരിക്കുമെന്ന്. അങ്ങയുടെ മായ തന്നെയാണ് മോഹിപ്പിച്ചത് എന്ന്. ഈ മായയ്ക്ക് അധീനനായതുകൊണ്ടാണ് ഇപ്പൊ ഇന്ദ്രൻ പുറപ്പെട്ടു വന്നത് എന്ന് പറയാൻ വേണ്ടി പറയാം. ത്വദാവാസം ഹന്തും പ്രളയജലദാൻ അംബരഭുവി പ്രഹിണ്വൻ ബിഭ്രാണഃ കുലിശം അയം അഭ്രേവഗമനഃ പ്രതസ്തേ അന്യൈഃ അന്തർദഹനമരുദാദ്യൈഃ വിഹസിതഃ ഭവന്മായ ന ഏവ ത്രിഭുവനപദേ മോഹയതി കിം. എന്ത് ചെയ്തു? ത്വദാവാസം ഹന്തും, അങ്ങ് വസിക്കുന്നതായ, ഇപ്പൊ വസിക്കുന്നത് ഗോകുലത്തിലാണല്ലോ, ആ ഗോകുലത്തിലെ നശിപ്പിക്കാനായിട്ട് പ്രളയജലദാൻ അംബരഭൂതി പ്രഹിണ്വനയം അയം, ഇദ്ദേഹം പ്രളയജലദാൻ, ഇന്ദ്രൻ പ്രളയജലങ്ങളെ, പ്രളയമേഘങ്ങളെ, പ്രളയജലദം, ജലദം എന്ന് പറഞ്ഞാൽ മേഘം, പ്രളയജലദാൻ പ്രളയകാല മേഘങ്ങളെ അംബരഭുവി പ്രഹിണ്വന് ആകാശത്തിലേക്ക് നിയോഗിച്ചു, അയച്ചു. എല്ലാവരോടും പറഞ്ഞു, പുഷ്കലാവർത്തകാന വരുവരിൻ, വലിയ 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 മേഘങ്ങളെയൊക്കെ വിളിച്ചു, എല്ലാവരും റെഡി ആയിട്ട് നിന്നോളിൻ, അറച്ചു വെള്ളവും കൊണ്ടുവന്ന് നിന്നോളിൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ബിഭ്രാണ, കയ്യിൽ ധരിച്ചു എന്തിനെ? കുലിശം. കുലിശം എന്ന് വെച്ചാൽ വജ്രായുധം. വജ്രായുധത്തിന്റെ തന്റെ കയ്യിൽ എന്റിട്ട് അഭ്രേബഗമനഃ, ആകാശ ആന, അതായത് ദിഗ്ഗജം, ആ ദിഗ്ഗജമായ ഐരാവതത്തിൽ കയറിക്കൊണ്ട്, ഇഭം എന്ന് പറഞ്ഞ ആന, അഭ്രേപം എന്ന് പറഞ്ഞാൽ ആകാശ ആന, അതായത് ദിഗ്ബാലകന്മാരിൽ ഒരു ആനയായ ഐരാവതത്തിൽ കയറിക്കൊണ്ട്, അന്യൈഹി ദഹനമരുദാദ്യൈഹി, പിന്നെയും ഉണ്ട് കുറെ ദിക്പാലകന്മാര്. ആര്? ദഹനൻ അഗ്നി, മരുതൻ കാറ്റ് തുടങ്ങിയ ദിക്പാലന്മാരോടുകൂടി അന്തഹാവിഹസതി, ഉള്ളിലൊരു പരിഹാസച്ചിരി. കാണാം ഇപ്പൊ കോപ്പ്, ഇപ്പറിയാം പശുപഹതകസ്യ കുലം ധ്വംസിഷ്യേന്ന പറഞ്ഞിരിക്കണം.
ഞാനായി ദേവകുലത്തെ നശിപ്പിച്ചിട്ടേ ഇരിക്കുള്ളൂ. അപ്പൊ ഉള്ളിൽ ഒരു പരിഹാസ ചിരിയുമുണ്ടല്ലോ. അന്തഹ വിഹസിത, ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പ്രതസ്തേ പുറപ്പെട്ടപ്പോ ഹേ ത്രിഭുവനപദേ, ഗുരുവായൂരപ്പ അതും അങ്ങയുടെ മായയല്ലേ എന്ന്. കാരണം ഭവന്മായ കം ഏവ നമോഹയതി, അങ്ങയുടെ മായ ആരെ മോഹിപ്പിക്കില്ല. ഇപ്പൊ ഇന്ദ്രൻ ഈ മോഹമുണ്ടാക്കിയത് അങ്ങയുടെ മായയല്ലേ. ഇപ്പൊ അങ്ങയെ നശിപ്പിക്കാന്ന് പറഞ്ഞിട്ടല്ലേ പുറപ്പെട്ടു വന്നിരിക്കുന്നത്. വന്നതോ വലിയ മേഘങ്ങളെയൊക്കെ ആകാശത്തേക്ക് അയച്ചു. താനും ഐരാവതത്തിന്റെ പുറത്ത് കയറി കയ്യിലൊരു കുലിശം വജ്രായുധവും വെച്ചിട്ടുണ്ട്. പോരാത്തതിന് അഗ്നിനെയും കാറ്റിനെയും ഒക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഉള്ളിൽ ഒരു പരിഹാസവും ഉണ്ട്. ഈ വ്രജത്തിനെ ഞാൻ ഇപ്പൊ പൊടിപൊടിയാക്കുന്നുള്ള പുറപ്പെട്ടല്ലേ വന്നിരിക്കുന്നത്. ഇത് അങ്ങയുടെ മായാവിലാസമല്ലാതെ എന്താണ് ഗുരുവായൂരപ്പ എന്ന് ചോദിക്കുകയാണ് ഭട്ടതിരിപ്പാട്. അയം എന്ന് പറഞ്ഞ ഇന്ദ്രൻ. ഈ ഇന്ദ്രൻ ത്വദാവാസം ഹന്തും, അങ്ങ് വസിക്കുന്ന ഗോകുലത്തെ നശിപ്പിക്കുവാൻ പ്രളയജലദാൻ അംബരഭുവി പ്രഹിൻവൻ, പ്രളയമേഘങ്ങളെ ആകാശത്തിലേക്ക് നിയോഗിച്ചു. കുലിശം വിഭ്രാണഃ അബ്രേപഗമനഃ, കയ്യിൽ വജ്രായുധവും പിടിച്ചുകൊണ്ട് ഐരാവതത്തിന്റെ പുറത്തു കയറി. അന്യൈഹി ദഹനമരുതാദ്യൈഹി, മറ്റ് അഗ്നി വായു തുടങ്ങിയ ദേവന്മാരോടൊപ്പം ദിക്പാലന്മാരോടൊപ്പം അന്തർവിഹസിത, ഉള്ളിൽ ചിരിച്ചു പരിഹസിക്കുന്ന തരത്തിൽ പ്രതസ്തേ പുറപ്പെട്ടു. ചിരിച്ചു പരിഹസിച്ചുകൊണ്ടാണ് പുറപ്പെട്ടത്. ഏ ത്രിഭുവനപദേ ഭവൻ മായ കം ഏവ മോഹയതി, അത് ജനറൽ ആയിട്ട് പറഞ്ഞു. ഭഗവാനെ അങ്ങയുടെ മായ ആരെ മോഹിപ്പിക്കില്ല എന്ന്. അതായത് എല്ലാവരും അങ്ങയുടെ മായയ്ക്ക് അധീനരാണ് എന്ന്. ഇവിടെ ശരിക്കും ഐശ്വര്യം കൊണ്ട് മത്തനായിട്ടുള്ള ആ ഇന്ദ്രന്റെ കെട്ടുപട്ടുള്ള പുറപ്പാടിനെയാണ് പറഞ്ഞത്. അയം ത്വദാവാസം ഹന്തും പ്രളയജലദാൻ അംബരഭുവി പ്രഹിൺവന് കുലിശം വിഭ്രാണഃ അഭ്രേപഗമനഃ അന്യൈഹി ദഹനമരുതാദ്യൈഹി അന്തഃ വിഹസിതഃ പ്രതസ്തേ ഹേ ത്രിഭുവനപദേ ഭവന്മായ കം ഏവ ന മോഹയതി. ഇനി ഒരു ശ്ലോകം കൂടെ. അല്ല എന്താ പറഞ്ഞത്? ഭഗവാന്റെ മായ മോഹിപ്പിക്കാത്തതായിട്ട് ആരെയാണ് എന്ന് ചോദിച്ചു. ദേവകോപം ഉണ്ടാകുമോ എന്ന് പേടിച്ചിരുന്നു ആര്? ഗോപന്മാര്. ആ ഗോപന്മാരെ ആശ്വസിപ്പിക്കുകയാണ് ഭഗവാൻ ഇതില്. സുരേന്ദ്ര ക്രുദ്ധശ്ചേത് ദ്വിജകരുണയാ ശൈലകൃപയാപ്യനാദംഗോസ്മാകം നിയത ഇതി വിശ്വാസ്യ പശുപാൻ അഹോ കിം നായാദോ ഗിരിവിദിതി സഞ്ചിന്യ ദിവസന് മരുദ്ഗേഹാദീശ പ്രണുതമുരവൈരിൻ മമ ഗദാൻ. സുരേന്ദ്രഃ ക്രുദ്ധഃ ചേത് ദ്വിജകരുണയാ ശൈലകൃപയാ അഭി അനാദംഗഃ അസ്മാകം നിയത ഇതി നിയതഃ ഇതി വിശ്വാസ്യ പശുപാൻ അഹോ കിം ന ആയാദഃ ഗിരിബിദ് ഇതി സഞ്ചിന്യ നിവസൻ മരുദ്ഗേഹാദീശ പ്രണുത മുരവൈരിൻ മമ ഗദാൻ. ഇതിലെന്താ പറഞ്ഞത്? സുരേന്ദ്ര ക്രുദ്ധശ്ചേ. ഓ, ദേവേന്ദ്രൻ പേടിച്ചു എന്നാണോ നിങ്ങൾക്ക് പേടി? സുരേന്ദ്ര പേടിക്കില്ല, ക്രുദ്ധിച്ചു എന്നാണോ നിങ്ങൾക്ക് പേടി? സുരേന്ദ്ര ക്രുദ്ധ ചേത്, ദേവേന്ദ്രൻ കോപിച്ചോട്ടെ. ദ്വിജകരുണയാ, ഈ ബ്രാഹ്മണരുടെ അനുഗ്രഹം കൊണ്ടും ശൈലകൃപയാ, ഈ പർവ്വതത്തിന്റെ കൃപ കൊണ്ടും, അതായത് ഗോവർദ്ധന പർവ്വതത്തിന്റെ ദയ കൊണ്ടും എന്താണ്? അസ്മാകം അനാദംഗഹാനിയഹ, നമുക്ക് പേടിയില്ലാതിരിക്കാം. അനാദംഗ, ആതങ്കമില്ലാതിരിക്കാം നമുക്ക്. ആതങ്കം ദുഃഖം, അനാദംഗം ദുഃഖമറ്റവരായിട്ട്, ദുഃഖമില്ലാത്തവരായിട്ട് നമുക്കിരിക്കാം. നമുക്ക് രണ്ടാളിന്റെ കൂട്ട്, ഒന്ന് ദ്വിജകരുണയാ, മറ്റേതൊന്ന് ശൈലകൃപയാ. ഈ രണ്ടെണ്ണവും ഉള്ളത് വരെ നമുക്ക് ആരെ ഭയപ്പെടണം എന്ന് എന്ത് ചെയ്തു? വിശ്വാസ്യ പശുപാൻ, പശുപന്മാരെ വിശ്വസിപ്പിച്ചു. ഭഗവാൻ പറഞ്ഞപ്പോ പിന്നെ അവർക്ക് രണ്ടാമത് ചോദ്യമില്ല. ഭഗവാൻ അത്ര ഉറപ്പിച്ച് പറഞ്ഞു, ഇന്ദ്രൻ കോപിച്ചോട്ടെ, അതുകൊണ്ട് നമുക്ക് എന്താ കുഴപ്പം? നമുക്ക് നമ്മുടെ ബ്രാഹ്മണരുടെ അനുഗ്രഹമില്ലേ, അവരുടെ ആശീസ്സുകളൊക്കെ ആശീർവാദാഹ സത്യാഹ, ആശീസ്സുകളൊക്കെ എപ്പോഴും സത്യമായിട്ടേ വരുള്ളൂ. അതുകൊണ്ട് അവരുടെ അനുഗ്രഹം നമുക്കുണ്ട്. പോരാത്തതിന് ഈ ഗോവർദ്ധന പർവ്വതം ഗോത്രവിധി ഗോത്ര, ഈ ഗോത്രം എന്ന്
നമ്മളെ രക്ഷിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അതുകൊണ്ട് ഈ പർവ്വതമുണ്ടല്ലോ, പർവ്വതത്തിന്റെ ദയുണ്ടല്ലോ നമുക്ക്, അതുകൊണ്ട് അനാതങ്ക, അതായത് ആതങ്കമേ ഇല്ല, അനാതങ്ക, ഭയമില്ലാതെ നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു എന്ന് പശുപാൻ വിശ്വാസിയ ഇടയന്മാരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഭഗവാന്റെ ഈ ഒരു ഗോവർദ്ധന പൂജ എന്നുള്ള നാടകം തന്നെ എന്തിനാ നടത്തിയത്? ആദ്യം പറഞ്ഞു മഗവമദമുധ്വംസിതുമനാഹ, ഭഗവാന്റെ ഇന്ദ്രന്റെ അഹങ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുറപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക അത്രേ ഭഗവാൻ. എന്ത്? അഹോ ഗിരിബിദ്, ഗിരിയെ ഭേദിച്ചവൻ ഗിരിബിദ്, ഗോത്രദേശി തന്നെ, പർവ്വതങ്ങളുടെ ചിറക് മുറിച്ചവൻ എന്നർത്ഥം. ആ ഗിരിബിദ് കിംന ആയാത, എന്താ ഇത്ര നേരവും ഇനിയും വന്നിട്ടില്ലല്ലോ, ഇതി സഞ്ചിന്യനിവസന്ന് എന്ന് ചിന്തിച്ചുകൊണ്ട് കാത്തു നിൽക്കത്രേ. എപ്പോഴാ ഇന്ദ്രൻ വരണെന്ന് കാത്തിരിക്കുക. ഇന്ദ്രൻ എന്താ ഇനിയും വരാത്തത് എന്ന് കാത്തിരിക്കുന്നതായ ഹേ മരുദ്ഗേഹാദീശ, അതുകൊണ്ടല്ലയോ ഗുരുവായൂരപ്പ, മുരവൈരിന്, മുരനെ കൊന്നവനായ മുരശത്രുവേ, അങ്ങ് മമഗദാൻ, എന്റെ രോഗങ്ങളെ പ്രണുദ, നീക്കിത്തരണമേ, ഇല്ലാതാക്കി തരണമേ. ഇതാണ് പറഞ്ഞത്. സുരേന്ദ്ര ക്രുദ്ധ ചേത് ദ്വിജ കരുണയാ ശൈലകൃപയാ അഭി അസ്മാകം അനാദംഗ നിയത. ദേവേന്ദ്രൻ നമ്മളോട് ക്രോധിച്ചിരിക്കുന്നുവെങ്കിൽ ബ്രാഹ്മണരുടെ അനുഗ്രഹവും അതേപോലെ ഗോവർദ്ധന പർവ്വതത്തിന്റെ കൃപയും കൊണ്ട് നമുക്ക് ഒരു ആതങ്കവും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളുടെ അനാതങ്കം നിയതമാണ്. ദുഃഖമില്ലായ്മ എന്നുള്ളത് ഉറപ്പാണ് നമുക്ക്. ഇവര് രണ്ടെണ്ണം നമുക്കുണ്ടല്ലോ, ഒന്ന് ദ്വിജകരുണ, ഒന്ന് പർവ്വതത്തിന്റെ കൃപ എന്ന്. ഇതി പശുപാൻ വിശ്വാസ്യ എന്ന് ആ ഗോപന്മാരോട് വിശ്വാസം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഭഗവാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആരെ? അഹോ ഗിരിബിദ് കിന്ന ആയാത, എന്താ ഇന്ദ്രൻ വരാത്തത്, ഇത് സഞ്ചിന്യ നിവസന്ന് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പ. എന്താണ്? ആ ഗിരിബിത്തായിട്ടുള്ള ഇന്ദ്രന്റെ, പർവ്വതങ്ങൾക്ക് പോലും ശത്രുവായിരുന്ന ആ ഇന്ദ്രന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ വേണ്ടി കാത്തുനിന്ന ഭഗവാനെ, അങ്ങ് എന്റെ ശരീരത്തിൽ നിന്നും വിട്ടുമാറാതെ അഹങ്കരിച്ചു നിൽക്കുന്ന ഈ രോഗങ്ങളെ ഇല്ലാതാക്കി തരണേ എന്നാണ് പ്രാർത്ഥന. ഹേ മരുദ്ഗേഹാദീശ, അല്ലയോ ഗുരുവായൂരപ്പ, മുരവൈര്യൻ, മുരൻ എന്ന അസുരനെ പോലെ കൊന്നവനാണ് അങ്ങക്ക് എന്റെ രോഗം എമ്മാത്രം, എത്ര നിസ്സാരമായിട്ട് അങ്ങക്ക് എന്റെ രോഗത്തിനെ അഴിച്ചു മാറ്റാൻ പറ്റും. അതുകൊണ്ട് മമ ഗദാൻ പ്രാണുദാനാണ്. മുരവൈര്യൻ എന്നുള്ള വാക്ക് അതിനാ പറഞ്ഞു. മുരപാശങ്ങളെ അറുത്ത് ആ വഴിയൊക്കെ ക്ലീൻ ആക്കിയില്ലേ എന്ന്. ഇതുപോലെ എന്റെ രോഗങ്ങളാകുന്ന ഈ വരെ മുഴുവൻ നീക്കി തന്ന് എന്നെയും ശുദ്ധീകരിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സുരേന്ദ്ര ക്രുദ്ധ ചേത് ദ്വിജ കരുണയാ ശൈലകൃപയാ അഭി അസ്മാകം അനാതംഗ നിയത. ഇതി പശുപാൻ വിശ്വാസ്യ അഹോ ഗിരിബദ് കിന്ന ആയാത ഇതി സഞ്ചിന്യ നിവസന്നെ ഹേ മരുദ്ഗേഹാദീശ മുരവൈരിന് മമ ഗദാൻ പ്രണുദ. ദേവേന്ദ്രൻ ചോദിച്ചോട്ടെ, നമുക്ക് ഈ ബ്രാഹ്മണരുടെ അനുഗ്രഹവും ഈ ശൈലത്തിന്റെ കൃപയുമുള്ള പക്ഷം നമുക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ല എന്ന് ആ പശുപന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട്, എന്താ ഈ ഇന്ദ്രൻ വരാത്തത് എന്ന് കാത്തു നിൽക്കുന്ന അങ്ങ് എന്റെ രോഗങ്ങളെ ഇല്ലാതാക്കി തരണേ. ഇതാണ് പ്രാർത്ഥന. സുരേന്ദ്ര ക്രുദ്ധശ്ചേത് ദ്വിജകരുണയാ ശൈലകൃപയാപ്യനാദംഗോസ്മാകം നിയത ഇതി വിശ്വാസ്യ പശുപാൻ അഹോ കിം നായാതോ ഗിരിബിദി സഞ്ചിന്യ നിവസന് മരുഗേഹാദീഷ്ട പ്രണുദ മുരവൈരിൻ മമ ഗദാൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ ഈ ഗോവർദ്ധനഗിരി, ആ ഗിരിക്കുണ്ടതായ പൂജ, ഗോവർദ്ധന പൂജ എന്നുള്ള 62ാമത്തെ ദശകവും നമുക്ക് ഭഗവത് പാദത്തിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാകണം,
നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം. പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം. ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ.